സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംശയമില്ല ഉണ്ടോ? ആ പൊരുത്തം ആ ആ ആ ആ ലഗ്നാല് ഒരു പോയിന്റ്, ചന്ദ്രാല് അര പോയിന്റ്, ശുക്രാല് 1/4 പോയിന്റ്. ഇപ്പം ലഗ്നവും ചന്ദ്രനും കൂടി ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് എടുത്താൽ ഇത് ലഗ്നവും ചന്ദ്രനും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു അര പോയിന്റ് കൊടുക്കേണ്ട കാര്യമില്ല. ലഗ്നം വേറെയാണ്, ചന്ദ്രൻ വേറെയാണ്. ശുക്രനും ചന്ദ്രനും കൂടെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അര പോയിന്റ് കൊടുത്താൽ മതി. പിന്നെ ശുക്രാല് നോക്കേണ്ട കാര്യമില്ല. ഏത് ഗ്രഹമാണെങ്കിലും 4 പാവഗ്രഹങ്ങളേ ഉള്ളൂ. അത് സൂര്യൻ, ശനി, രാഹു, ചൊവ്വ. ഈ 4 ഗ്രഹങ്ങളിൽ 4 പാവഗ്രഹങ്ങൾ. അത് 1, 2, 4, 7, 8, 12 ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ലഗ്നാല് നമ്മളൊരു പോയിന്റ് കൊടുക്കുന്നു, ചന്ദ്രാല് നമ്മളൊരു അര പോയിന്റ് കൊടുക്കുന്നു, ശുക്രാല് 1/4 പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ സ്ത്രീയുടെ ജാതകത്തിലും പുരുഷൻ്റെ ജാതകത്തിലും പാപസാമ്യം തുല്യമാണെങ്കിൽ 2 പേർക്കും 3 പാവമാണെങ്കിൽ എടുക്കാം. സ്ത്രീക്ക് 4 പാവം, പുരുഷന് 2 പാവം അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ഒരു പാവം പുരുഷനെപ്പോഴും കൂടാം, അല്ലെങ്കിൽ 2 പേർക്കും തുല്യമാവാം. പിന്നെ ഇത് നക്ഷത്ര പൊരുത്തങ്ങൾ 10 പൊരുത്തമാണുള്ളത്. നമ്മളൊരു 5 പൊരുത്തം ഉണ്ടെങ്കിൽ നമുക്കെടുക്കാം. ഒന്ന് രാശി പൊരുത്തം, പിന്നെ ഗണപ്പൊരുത്തം, വശ്യപ്പൊരുത്തം, മഹേന്ദ്രപ്പൊരുത്തം, ഏതെങ്കിലും ഒരു പൊരുത്തം ഉണ്ടായാൽ മതി. പിന്നെ ദിനപ്പൊരുത്തം, പിന്നെ രതിദോഷം പാടില്ല, വേദദോഷം പാടില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീയുടെ ജാതകത്തിൽ 7ലോ 8ലോ ദോഷങ്ങളുണ്ടെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ 7ൽ തന്നെ ദോഷമുണ്ടാകും. 8ലുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ സ്ത്രീയുടെ ജാതകത്തിൽ 8ൽ ചൊവ്വ അല്ലെങ്കിൽ സൂര്യനോ അങ്ങനെ എന്തെങ്കിലും നിൽക്കുകയാണെങ്കിൽ പുരുഷൻ്റെ ജാതകത്തിൽ 7ൽ തന്നെ പാപം ഉണ്ടാകും. എന്നാൽ മാത്രമേ പാപശാന്തി ഉള്ളൂ. സ്ത്രീക്ക് 7ഉം 8ഉം നോക്കുന്നുണ്ടെങ്കിൽ പുരുഷന് 7 തന്നെയാണ് പ്രധാനമായിട്ട് മതി, ധാരാളം. 7 കാണും, 7 കാണും. അങ്ങനെ ഒന്നുകൂടി ഒന്ന് ചെയ്യണം. മതി. വേറെ സാറേ സംശയം? നമ്മളാ പാപസാമ്യത്തിൻ്റെ പറഞ്ഞില്ലേ, അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒരു ചാർട്ട് പോലെ ഉണ്ടാക്കുകയാണെങ്കിലേ ലഗ്നാല്, ചന്ദ്രാല്, ശുക്രാല് അങ്ങനെയാണല്ലോ. രവിയുണ്ട്, മന്ദനുണ്ട്, പിന്നെ ആരുള്ളത്, കുജനുണ്ട്, രാഹു ഉണ്ട്. ഇത്രയും പേരാണുള്ളത്. ഓക്കെ, ഇങ്ങനെയല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ലഗ്നാല് രവിക്ക് ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രാല് എടുക്കേണ്ടി വരില്ല. ഞാൻ അന്ന് നോക്കിയത് ഇങ്ങനെയാണ്. അതായത് 1, 2, 4, 7, 8, 12 അല്ലേ? 1, 2, 4, 8, 12 അല്ലേ? അപ്പൊ ഇവിടെ ഒരിപ്പം ലഗ്നാല് രവീന ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ലഗ്നാല് രവീന ഒന്നിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രവി എവിടെയും വരുന്നില്ല. ആകെ 4 പേരേ ഉള്ളൂ, രവിയും കുജനും മന്ദനും സർപ്പിയും. ഒരു പ്രാവശ്യം ഈ ചാർട്ടിൽ രവി വന്നു കഴിഞ്ഞാൽ പിന്നെ രവിനെ നമ്മൾ എവിടെ എടുക്കുന്നില്ല. ഒരു പ്രാവശ്യം ഇവിടെ 4 വന്നു, മന്ദൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മന്ദനെ നമ്മൾ എവിടെ എടുക്കുന്നില്ല. ഒരു പ്രാവശ്യം പാപം വന്നാൽ പിന്നെ അയാൾ എടുക്കുന്നില്ല. ശുക്രൻ നോക്കിയപ്പം ഇവിടെ ഇപ്പോൾ സർപ്പിയും വന്നു. പിന്നെ ആരാ ഇപ്പം ഇവിടെ കുജൻ ഉണ്ടെന്ന് വിചാരിക്കുക. കുജൻ പിന്നെ ശുക്രാൽ എവിടെ വന്നാലും നമ്മൾ പിന്നെ അത് എടുക്കുന്നില്ല. എന്നിട്ട് ഈ ലഗ്നാല് വന്നതിന് 1 പോയിന്റ് ആണല്ലോ, അപ്പോൾ 1, 1, 2 പോയിന്റ്. ചന്ദ്രാല് വന്നതിന് അര പോയിന്റാണ്, അതുകൊണ്ട് അര പോയിന്റ്, ഒരു ഭാവൻ മാത്രം. ശുക്രാല് വന്നതിന് 1/4 പോയിന്റാണ്, അതുകൊണ്ട് 1/4 പോയിന്റ്.
അപ്പം ആകെ 2.25. 2.25 പോയിന്റ്. അപ്പൊ ഒരു പ്രാവശ്യം രായി ചാട്ടി വന്നാൽ പിന്നെ രായി ചാട്ടിൽ വേറെ എവിടെയും വരാൻ പാടില്ല. വന്നു ഒരു പ്രാവശ്യം വരുള്ളൂ പോയിന്റ്. മാക്സിമം ലക്നാല് നിന്നാലും അല്ലേ എങ്ങനെ നിന്നാലും 4 വരും. ആകെ 4 പാവനല്ലേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല, ഇത് ലക്നാല് മാത്രം. ആ വിവാഹ വിഷയങ്ങളിൽ നവാംശം ചെക്ക് ചെയ്യും, പക്ഷേ നവാംശം വെച്ച് നോക്കിയിട്ട് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. പാപസാമ്യം നോക്കുന്ന സമയത്ത് ഗ്രഹനില മാത്രമേ നോക്കൂ. അതായത് ഈ പാപസാമ്യം പിന്നെ ദശാസന്ധി അങ്ങനെ മെയിൻ കാര്യങ്ങളൊക്കെ D1 ചാർട്ടിൽ മാത്രമാണ് നോക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ യൂണിയൻ അതിൽ നോക്കണം. നവാംശ ചാർട്ടാണ് നമ്മൾ വിവാഹത്തിൽ നോക്കുന്നത്. അയാൾക്ക് എങ്ങനെയുള്ള ഭർത്താവായിരിക്കും, എങ്ങനെയുള്ള ഭാര്യ ആയിരിക്കും, എന്ന് കല്യാണം നടക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നോക്കാം. പക്ഷെ 2 പേരെ തമ്മിൽ അസൈൻ ചെയ്യുമ്പോൾ ഇവരെ 2 പേരെയും തമ്മിൽ അസൈൻ ചെയ്യണം. പിന്നെ ഇത് ഗ്രഹനിലയിൽ നമ്മളെ യോഗങ്ങളില്ലേ, യോഗങ്ങളും ഗ്രഹനില നോക്കിയിട്ടാണ് പറയുന്നത്. അല്ല നവാംശം നോക്കിയിട്ട് യോഗങ്ങൾ പറയുന്നില്ല, ഭാവം നോക്കിയിട്ട് പറയുന്നില്ല. ഡിവിഷണൽ ചാർട്ടിൽ നവാംശം വിവാഹ വിഷയങ്ങൾക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നമ്മൾ ഒരു പൊരുത്തം നോക്കാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ നവാംശത്തിൽ നമ്മൾ ഒരാളുടെ ക്യാരക്ടർ മാത്രമേ അല്ല, വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഒരു D1 ചാർട്ടിൽ ഒരാൾ വിചാരിക്കുക, D1 ചാർട്ടിൽ ഒരാളുടെ 7 കേത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാനുള്ള ഇയാൾക്ക് ഡിവോഴ്സിനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറയാനുള്ളൂ. പക്ഷെ നമ്മളവിടെ നവാംശ ചാർട്ടിൽ നോക്കുമ്പോൾ നവാംശ ചാർട്ടിൽ 7ാം ഭാവാധിപൻ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ 7 നല്ല പോസിറ്റീവായിട്ട് പ്ലാനറ്റ് നിൽക്കുകയാണ്. അങ്ങനെയാണ് നമ്മളവിടെ നവാംശം എടുക്കുകയുള്ളൂ. നവാംശം ആ ഏരിയയെ കുറച്ചും കൂടി സ്പെസിഫിക് ആക്കുന്നേ ഉള്ളൂ. ഓക്കെ. പക്ഷെ D1ന്റെ ചില ലക്ഷണങ്ങൾ അവിടെ കാണിക്കും. ഇയാളുടെ ഭാര്യ ചിലപ്പോൾ കല്യാണം കഴിച്ച് ചിലപ്പോൾ കുറച്ച് ദൂരെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പല റെപ്രസെൻറ്റേഷൻ കാണാം. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പം നവാംശ ചാർട്ടായിരിക്കും വിവാഹത്തെ സംബന്ധിച്ച് കുറച്ചും കൂടി ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നത്. അപ്പോൾ D1ൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു ഡിവോഴ്സിന്റെ ലക്ഷണം അല്ലെങ്കിൽ കേതിൽ കേത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ ആ നവാംശം കൂടി നോക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ നമ്മൾ ചേരില്ല എന്ന് പറയുകയാണെങ്കിലും നവാംശം നോക്കിയിട്ട് ആ ഭാവത്തിന് ബലമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അത് നമ്മുടെ ജ്യോത്സ്യൻ്റെ യുക്തിയാണ്. അതിനു വേണ്ടിയാണ് നവാംശം നോക്കുന്നത്. ഇല്ല ഇല്ല, നവാംശം ടു നവാംശം കമ്പയർ ചെയ്ത് കണ്ടിട്ടില്ല. നവാംശത്തിൽ 7ാം ഭാവം നോക്കാം, അതായത് D1 7ാം ഭാവത്തിന്റെ 7ാം ഭാവം രണ്ടും നോക്കാം. എങ്ങനെ നോക്കാം? അതായത് നവാംശ ലഗ്നത്തിന്റെ 7 നോക്കാം, അല്ലെങ്കിൽ ഇതിൽ 7ാം ഭാവാധിപനില്ലേ, അതിന്റെ പ്ലേസ്മെന്റ് നോക്കാം. അങ്ങനെ നോക്കാം. നവാംശത്തിലെ 7ാം ഭാവം നമ്മൾ ഗ്രഹനില അനലൈസ് നോക്കും അല്ലേ? അതെ അതെ അതെ. ഇത് ഈ ജാതകം നോക്കുന്ന ആളുടെ ഒരു യുക്തിയും ദൈവാധീനവും അതിലൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇതിൽ കൂടുതൽ റോള് ഉള്ളത്. ഇപ്പം എഴുതി വെച്ച നിയമങ്ങളൊന്നും ആയിരിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് നിയമങ്ങൾ. ഇത് എങ്ങനെ നമുക്കത് കമ്പൈൻ ചെയ്ത് ഫലം പറയാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ദൈവാധീനവും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. വിവാഹം നടക്കുന്ന സമയം അത് നമ്മൾ ഇതില് എന്താ പറയാ, ഹൗസസ് എടുത്ത് പഠിക്കുന്നുണ്ടല്ലോ, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. റഫായിട്ട് വേണമെങ്കിൽ പറയാം, അത് 7ാം ഭാവാധിപന്റെ ദശയിൽ നടക്കും. ഓക്കെ, ഇത് റഫായിട്ട് പറയണതാണ്, വേറെ നമ്മൾ ഡീറ്റെയിൽഡ് പഠിക്കുന്നുണ്ട്. പിന്നെ 7ാം ഭാവാധിപൻ യോഗം ചെയ്ത ഗ്രഹങ്ങളില്ലേ, അതായത് 7ാം ഭാവാധിപൻ ആരോടൊപ്പം നിൽക്കുന്നു, അയാളുടെ ദശയിൽ വിവാഹം നടക്കാൻ പാടില്ലേ? കാര്യം ഒരു ഗ്രഹത്തിന്റെ 7ാം ഭാവാധിപന്റെ ദശ കേട്ടാ. അന്തർദശയിലും വരാം, അന്തർദശയിലും സംഭവിക്കാം. 7ാം ഭാവാധിപൻ ആരോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നു, ആ ഗ്രഹങ്ങളുടെ ദശയിൽ വരാം. കാര്യം ഒരു ഗ്രഹത്തിന്റെ ദശ വരുമ്പോൾ ആ ഗ്രഹം എന്തൊക്കെ ആക്ടിവേറ്റ് ചെയ്യും? ആ ഗ്രഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഗ്രഹമില്ലേ, അതിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ അത് ഏത് ഭാവത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു ആ ഭാവം ആക്ടിവേറ്റ് ആവും. അത് മാത്രമല്ല, ആ ഗ്രഹം ഏത് ഭാവത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത് ആ ഭാവം ആക്ടിവേറ്റ് ആവും. ഓക്കെ. പിന്നെ 9ാം ഭാവാധിപന്റെ ദശയിൽ വിവാഹം നടക്കാൻ പാടില്ലേ? നടക്കും. ഒന്നാമത് ഭാഗ്യാധിപനാണ്. 2 എല്ലാ റിലീജിയസ് ആക്ടിവിറ്റിയും, അതായത് നമ്മുടെ ട്രഡീഷണൽ ആക്ടിവിറ്റിയും റെപ്രസെന്റ് ചെയ്യണത് 9. അപ്പോൾ 9ാം ഭാവാധിപന്റെ ദശയിൽ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പൗരാണികമായിട്ട് നടന്നു വരുന്ന, നമ്മളെ സംബന്ധിച്ചിടത്തോളം നടന്നു വരുന്നൊരു ചടങ്ങാണ്. അതുകൊണ്ട് 9ാം ഭാവാധിപന്റെ ദശയിൽ വിവാഹം നടക്കാം.
അതുപോലെ തന്നെ 9 കേതുവോ രാഹുവോ പോലെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അൺകൺവെൻഷണൽ മാരേജിലോട്ട് പോകാം. കാര്യം സാധാരണ രീതിയിലുള്ള ട്രഡീഷണൽ മാരേജ് ആയിരിക്കില്ല അവിടെ നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ 7ാം ഭാവത്തിൽ ഒരു പാപഗ്രഹം നിൽക്കുകയാണെന്ന് വിചാരിക്കുക. മിഥുന ലഗ്നത്തിൻ്റെ 7ാം ഭാവത്താണ് ധനുവിൽ ചൊവ്വ നിൽക്കുക. പക്ഷേ 7ാം ഭാവാധിപനായ വ്യാഴം പോയിട്ട് 9ൽ നിൽക്കുകയാണെങ്കിൽ ഈ ചൊവ്വദോഷം പറയാൻ നോക്കും. 9ൽ ശുഭഗ്രഹം വന്നാൽ 7ലും 8ലുള്ള ദോഷത്തിൻ്റെ പരിഹാരമായി കാണും അല്ലേ? അത് ഈ പാപസ്വാമി എടുക്കുമ്പോൾ പക്ഷെ അത് അതിനകത്ത് വരുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് അത് അത് നമ്മളെ യുക്തിയാണ്. അത് യുക്തിയാണ് പറയുന്നത്. ഇപ്പോൾ കാരണം 7ൽ പാപഗ്രഹം നിൽക്കുകയാണ്, അതേ സമയത്ത് ആ 9ൽ ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ ഈ പാപത്വം ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് യുക്തി വെച്ചിട്ട് അത് യുക്തിയാണ്, നിയമമല്ല, യുക്തിയാണ്. രണ്ടിലും അത് നമ്മളൊരു ജാതകം കിട്ടുമ്പോൾ ചേർച്ച നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ജാതകം നോക്കുമല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് അറിയണത്. അപ്പോൾ ഈ പറഞ്ഞ 7ലും 8ലും പാപനുണ്ടെങ്കിൽ 9ൽ ശുഭനുണ്ടെങ്കിൽ അത് പിന്നെ ബാക്കി എല്ലാത്തിനെയും മീറ്റ് ചെയ്തോളും. അത് ഭാഗ്യസ്ഥാനാണ്. പിന്നെ 7ാം ഭാവത്തിൻ്റെ 30 പോയി നിൽക്കുകയാണെങ്കിൽ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. ലഗ്നാധിപൻ അനുഭവം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലതല്ലേ? ഈ മാച്ചിങ്ങിന് ലഗ്നാധിപന് അതില്ല കേട്ടോ. അതായത് 1, 5, 9 1, 5, 9 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ശുഭനോ പാപനോ ആരും ആയിക്കോട്ടെ ഈ ജാതകനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. 1, 5, 9 ഭാവാധിപതികളും അതെ. സാർ ഇന്ന് നേരത്തെ വരുന്നോ? സാരമില്ല, കുഴപ്പമില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. 1, 5, 9 ശുഭനും ആയിക്കോട്ടെ പാപനും ആയിക്കോട്ടെ 1ാം ഭാവാധിപതിയും 2ാം ഭാവാധിപതിയും 9ാം ഭാവാധിപതിയും ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശുഭനാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഇപ്പോൾ 6ാം ഭാവവും 8ാം ഭാവവും കൂടി അതിൻ്റെ കൂടെ 2ാമത്തെ ഭാവം ഉണ്ടെങ്കിലും ഇത് ശുഭനായിട്ട് തന്നെ കാണാം. ശുഭനായിട്ട് കാണാം. 9ാം ഭാവാധിപന്റെ ദശയിൽ വിവാഹം നടക്കില്ല സാർ? അല്ല, ഓക്കെ അല്ലേ സാറേ? തെറ്റിനെ പറയണേ. 10ാം ഭാവാധിപന്റെ ദശയിൽ നടക്കാം. 10ാം ഭാവാധിപന്റെ ദശയിൽ നടക്കാം. പിന്നെ 2ാം ഭാവാധിപൻ നവാംശത്തിൽ നിൽക്കുന്ന രാശിയുടെ അധിപന്റെ ദശയിൽ അങ്ങനെയല്ലേ? 2ാം ഭാവാധിപൻ ഇല്ലേ? 2ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം നവാംശത്തിൽ എവിടെ നിൽക്കണം നോക്കുക. നവാംശത്തിൽ എന്നിട്ട് അതിൻ്റെ അധിപതി ഇല്ലേ, ആ രാശിയുടെ അധിപതി, ആ രാശിയുടെ അധിപതിയുടെ ദശയിലും വിവാഹം നടക്കാം. പിന്നെ ശുക്രദശയിൽ അത് രാഹുവിൻ്റെ അപഹാരം വരികയാണെങ്കിൽ അല്ലെങ്കിൽ രാഹു ദശയിൽ ശുക്രൻ്റെ അപഹാരം വരികയാണെങ്കിൽ നടക്കും, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ശുക്രന്റെ ദശയിലും വ്യാഴത്തിന്റെ ദശയിലും വിവാഹം നടക്കാം. അതിലും ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ രാഹു ഇവരോടൊപ്പം ചേർന്ന് വരികയാണെങ്കിൽ രാഹുവിൽ സ്പീഡപ്പ് ചെയ്യുന്ന ആളാണ്, പെട്ടെന്ന് നടത്തി കൊടുക്കാൻ നടക്കാം. പിന്നെ ചില ഭാഗ്യവന്മാരുടെ ശനി ദശയിലും വിവാഹം നടക്കാറുണ്ട്. ചില ആളുകൾ, ഗതികെട്ട ആളുകൾ ഈ ദശയിൽ നടക്കും. അതായത് രാഹു ശനി അതോടുകൂടി കാര്യം പോകായിരിക്കും. അങ്ങനെയാണത്. അതായത് ഇവര് 4 പേരും നമ്മൾ സാധാരണ ശനിയുടെ ഡിലേ ആണ് പറയാറ്. പക്ഷെ ശനിയുടെ ദശയിൽ കല്യാണം നടക്കാറുണ്ട്, ശനിയുടെ ദശയിൽ രാഹുയുടെ ദശയിൽ നടക്കാറുണ്ട്, വ്യാഴത്തിന്റെ ശുക്രന്റെ ദശയിൽ നടക്കാറുണ്ട്, കോമൺ ആയിട്ട് നടക്കാറുണ്ട്, ശനി ദശയിൽ നടക്കാറുണ്ട്. കാര്യം ഇത് നമുക്ക് ചെറുതായിട്ട് ഒരു ചെറിയൊരു തിരിവുണ്ടാവുന്നേ ഉള്ളൂ. ചെറുതോ വലുതോ ആയ തിരിവുണ്ടാവും. ദശ നോക്കുക, അന്തർദശ നോക്കുക, കുറച്ച് പൊരുത്തം നോക്കുക, എന്നാലേ അതിൽ പഠിക്കുള്ളൂ. പിന്നെ ജ്യോതിഷം പഠിക്കുന്നുണ്ട് അടുത്ത കൂട്ടുകാരോടൊക്കെ പറയാം, എന്നാലേ നമ്മുടെ കയ്യിൽ ആൾക്കാർ വരുള്ളൂ. ആൾക്കാർ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വായിച്ചോട്ടെ. ഇത് നമ്മൾ ഡീറ്റെയിൽ എടുത്ത് 7ാം ഭാവം പഠിക്കുമ്പോൾ പഠിക്കേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. പിന്നെ ട്രാൻസിറ്റിൽ നോക്കാം. ട്രാൻസിറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, വ്യാഴത്തിൻ്റെയോ ശനിയുടെയോ ദൃഷ്ടിയോ യോഗമോ ഇയാളുടെ 7ാം ഭാവത്തിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇയാളുടെ 7ാം ഭാവാധിപനായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്തും വിവാഹം നടക്കാം. ഓക്കെ. നമ്മളെ സാധാരണയായിട്ട് ഒരു ഫലപ്രവചനം നടത്തുമ്പോൾ, അതായത് ഒരു ജാതകം നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കണേ? സാധാരണ എന്തിനെയൊക്കെ നമ്മൾ നോക്കും? എന്തൊക്കെയാണ് നമ്മൾ സാധാരണ നോക്കണം? ഒരാളുടെ ജാതകം നോക്കി ഒരാൾ പറയും.
ഫലം പറയുമ്പോൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരു ജാതകം നോക്കുകയാണ്, എന്തൊക്കെ നോക്കും, എങ്ങനെയാണ് ജാതകം അനലൈസ് ചെയ്യുക? അതല്ല സാറേ ഉദ്ദേശിച്ചത്, ആരെയൊക്കെ നോക്കണമെന്ന് ഉദ്ദേശിച്ചത്. അഷ്ടകവർഗം എടുക്കാന്ന് വിചാരിച്ചിട്ടാ. നമ്മൾ എന്തിനെയൊക്കെ നോക്കും? ഗ്രഹങ്ങൾ നോക്കും അല്ലേ, പിന്നെ എന്ത് നോക്കും? ഭാവങ്ങൾ നോക്കും. അതായത് 1-ാം ഭാവം 2, അതാണ് ലഗ്നം എന്ന് പറയുന്നത്. പിന്നെ രാശി നോക്കും അല്ലേ, പിന്നെ നോക്കുന്നത് ദശയും ട്രാൻസിറ്റ്. ഇത്രയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗ്രഹങ്ങളിലും ഭാവങ്ങളിലും രാശികളിലുമാണ്. അല്ല, ഇത് 1-ാം ഭാവം 2-ാം ഭാവം എന്നൊക്കെ പറയണല്ലേ. രാശികൾ എന്ന് പറഞ്ഞാൽ മേട ഇടവും മിഥുനം അല്ലേ. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ 1-ാം ഭാവാധിപൻ പോയി നിൽക്കുന്നത് ശത്രു രാശിയിലായിരിക്കാമല്ലോ, അങ്ങനെ സംഭവിക്കാമല്ലോ. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, ഇപ്പം ഈ രാശിനെ വെച്ചിട്ടാണല്ലോ നമ്മൾ ഉച്ചസ്ഥാനവും നീചസ്ഥാനവും ഒക്കെ പറയുന്നത്. അത് ഭാവങ്ങളെ വെച്ചിട്ടല്ലല്ലോ. അപ്പൊ ഈ 3 ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ടാണ് സാധാരണ പ്രവചനം നടത്തുന്നത്. ഇതിനെ നമ്മൾ ഈ സാമാന്യ അംശം എന്നാണ് പറയാറ്. സാമാന്യ അംശം. ഇത് കൂടാതെ നിശ്ചയാംശം. നിശ്ചയാംശം എന്ന് പറഞ്ഞൊരു രീതിയുണ്ട് ജ്യോതിഷത്തിൽ. നിശ്ചയാംശം അതായത് ഫലപ്രവചനത്തിന് ഗ്രഹങ്ങളെയും ഭാവങ്ങളെയും രാശികളെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാ? ഒരു ഗ്രഹം ബലവാനായാൽ, ഞാനൊരു ജനറൽ കണ്ടീഷനാണ് കേട്ടോ പറയണത്. ഗ്രഹം ബലവാനായാൽ അവിടെ ബെനിഫിക്ക് എടുക്കരുത്. ഒരു ഗ്രഹം ബലവാനായാൽ നമ്മൾ പറയണത് ആ ഗ്രഹത്തിന്റെ ദശയിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ ഗ്രഹം നിൽക്കുന്ന ഭാവത്തിന് നല്ല ഫലങ്ങൾ ഉണ്ടാകാം. അങ്ങനെയാണ് നമ്മൾ ജനറലി പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഭാവമാണെങ്കിൽ നമ്മൾ പറയുന്നത് ആ ഭാവത്തിന് ബലമുള്ളപ്പം, ഒരു ഭാവത്തിന് ബലമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഭാവത്തിന്റെ അധിപതിയുടെ ദശ വരുമ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രഹങ്ങളെയും ഭാവങ്ങളെയും കുറിച്ച് പറയുന്നത്. പിന്നെയുള്ളത് നമ്മൾ പറയുന്നത് നമ്മുടെ ത്രികോണാധിപൻ 1, 5, 9 പ്ലാനറ്റ്സിന്റെ ദശ വരുമ്പോൾ നമുക്ക് നല്ല സമയങ്ങൾ വരും. പിന്നെ പറയുന്നത് നമ്മൾ 6, 8, 12 മോശം സ്ഥാനങ്ങളാണ്. അതിന്റെ ദശ വരുമ്പോൾ നമുക്ക് മോശം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് എന്ത് വെച്ചിട്ടാ? ഒരു ഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് വെച്ചിട്ട്, ഗ്രഹങ്ങളുടെ ബലം നോക്കിയിട്ട് അല്ലേ, പിന്നെ ഭാവത്തിന്റെ ബലം നോക്കിയിട്ട്, പിന്നെ നമ്മൾ പറഞ്ഞത് 6, 8, 12 നിൽക്കുന്ന ഗ്രഹങ്ങളെയൊക്കെ നോക്കിയിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് സാധാരണ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. അതായത് ഒരു ഗ്രഹം ബലവാനായാൽ തൻ്റെ ആധിപത്യം ഏത് ഭാവത്തിനാണ്, അല്ലെങ്കിൽ യോഗം, ദൃഷ്ടി, ഇവ ലഭിക്കുന്ന ഭാവങ്ങളുടെ നല്ല ഫലത്തെ കൊടുക്കുന്നു. ഗ്രഹം ദുർബലനായാൽ അതുമായി ബന്ധപ്പെടുന്ന ഭാവങ്ങളുടെ ദോഷഫലത്തെ നൽകുന്നു. ഒരു ജനറൽ കണ്ടീഷൻ. ഒരു ഭാവം ബലവത്തായാലോ ആ ഭാവാധിപന്റെയോ ആ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെയോ ആ ഭാവത്തെ നോക്കുന്ന ഗ്രഹത്തിന്റെയോ ദശയിൽ നല്ല ഫലം ലഭിക്കുന്നു. പിന്നെ ത്രികോണത്തിന്റെ അധിപനായ ശുഭനോ പാപനോ ആയ ഗ്രഹം, കേന്ദ്ര ത്രികോണാധിപത്യം ഒരുമിച്ച് വരുന്ന ഗ്രഹം, ഇവർ ശുഭഫലം നൽകുന്നു. സാധാരണഗതിയിൽ ജാതകം നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നതാണ്. പിന്നെ 6, 8, 12 ഭാവങ്ങളുമായി ബന്ധപ്പെടുന്ന ഗ്രഹങ്ങൾ ദോഷഫലം നൽകുന്നു. ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജാതകം നോക്കാനുള്ള ഒരു ടെക്നിക്കുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയണേ? അഷ്ടകവർഗം എന്ന് പറയണേ. അതായത് അവിടെ ഈ രീതിയിലല്ല നമ്മൾ ജാതകം നോക്കുന്നത്. വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജാതകം പരിശോധിക്കുന്നത്. ആ മെത്തേഡിനെ കുറിച്ചാണ്. അത് പെട്ടെന്ന് ഫലം പറയാനുള്ള ഒരു മെത്തേഡ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ചിങ്ങൻ രാശിയിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ചിങ്ങൻ രാശിയിലുള്ള ഒരാൾക്ക് ഈ ചൊവ്വ ഇവിടെ നിൽക്കുന്ന ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വ ഇയാൾക്ക് യോഗകാരകനാണ്. യോഗകാരകൻ എന്താണെന്നറിയോ? യോഗകാരകൻ അതായത് ഒരു ജാതകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ത്രികോണാധിപത്യവും കേന്ദ്രാധിപത്യവും ഒരു ഗ്രഹത്തിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് യോഗകാരകൻ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ചിങ്ങത്തിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ചൊവ്വയുടെ രാശികൾ അല്ലേ. 1, 2, 3, 4 4 പിന്നെ ഇത് വരും 9 വരും. അപ്പൊ 4 എന്ന് പറഞ്ഞാൽ കേന്ദ്രസ്ഥാനം, 9 എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്രസ്ഥാനം, ഇത് ത്രികോണസ്ഥാനം. അപ്പൊ ചൊവ്വ ഇയാളെ സംബന്ധിച്ചിടത്തോളം ആരാ? യോഗകാരകനാണ്. അപ്പൊ പോസിറ്റീവായിട്ടുള്ള ഫലം നൽകേണ്ട ഒരു പ്ലാനറ്റ് ആണ് ചൊവ്വ. പക്ഷെ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയണം കേട്ടോ. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ ചൊവ്വ എവിടെയാണ് നിൽക്കുന്നത്? 6ലാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഈ ജാതകന് ഈ ചൊവ്വ കൊണ്ട് യോഗകാരകന്റെ ഫലം തരുമോ, അല്ലെങ്കിൽ ചൊവ്വ 6ാം ഭാവം ഫുൾ സ്ട്രോങ് ആയി, ഫുൾ പവർ ആയില്ലേ, ഇതാണോ ഫലം തരുന്നത്? ഇതൊരു കൺഫ്യൂഷൻ ആവും നമുക്ക്. ഏത് നമ്മൾ പറയും?
യോഗകാരകനാണ്. പക്ഷെ ഇയാൾ ഈ 6ാം ഭാവം ഫുൾ സ്ട്രോങ് ആക്കി. 6ാം ഭാവം ഫുൾ സ്ട്രോങ് ആയാൽ 6, 8, 12 ഭാവങ്ങൾക്ക് ശക്തി കൂടരുത് എന്നാണ് പറയണത്. അങ്ങനെയാണ് നമ്മൾ ബേസിക്കലി പഠിച്ചേക്കുന്നത്. ശക്തി അധികം ആകരുത്. എന്നാൽ നമ്മൾ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ 6ാം ഭാവം ശക്തി ഉണ്ടെങ്കിലേ മത്സര പരീക്ഷകളിൽ ജയിക്കുകയുള്ളൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ലൈഫ് സ്ട്രഗിൾ ഉണ്ടാവും തന്നെയാണ് ഇതിന്റെ അർത്ഥം, 6, 8, 12 ഭാവങ്ങൾ സ്ട്രോങ് ആയാൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ ഫലപ്രവചനത്തിന് വേണ്ടി കൊണ്ടുവന്ന പരാശര മഹർഷി കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ് ഈ അഷ്ടകവർഗം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് കലികാലം വരുമ്പോൾ ഈ ജ്യോതിശാസ്ത്രം പഠിക്കുന്നവർക്കും പ്രയോഗിക്കുന്നവർക്കും ഈ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഇതെല്ലാം കൂടി പ്രയോഗിക്കാൻ. അതുകൊണ്ട് കുറച്ച് എളുപ്പമുള്ളൊരു മാർഗം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ അഷ്ടകവർഗം. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഓക്കെ, ഇത് മാത്രം ഉപയോഗിച്ച് ഫലം പറയുന്നവരുണ്ട്. പിന്നെ കുറച്ചും കൂടി നല്ല ആസ്ട്രോളജേഴ്സ് എന്ത് ചെയ്യും, ഇത് കമ്പൈൻ ചെയ്യും. അതായത് നമുക്കൊരു കൺഫ്യൂഷനും പ്രശ്നങ്ങളും വരുമ്പം അഷ്ടകവർഗവും കൂടി നോക്കും. അഷ്ടവർഗവും കൂടി നോക്കിയിട്ടായിരിക്കും അവർ ഫലം പറയണത്. കാര്യം നമ്മൾ വരുന്ന ജാതകത്തിന് നെഗറ്റീവ് അല്ല, പരമാവധി പോസിറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം, എങ്ങനെ ഇയാൾക്ക് മാനസികമായ ബലം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒരാൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ എല്ലാ സാധ്യതകളും നോക്കണം. ഇപ്പം D1 ചാർട്ടിൽ രക്ഷയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ D9 D5 അതായത് അതാതുമായി ബന്ധപ്പെട്ട ഡിവിഷണൽ ചാർട്ട് എടുത്ത് നോക്കി അയാളെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കണം. അത് പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഷ്ടകവർഗം ഉപയോഗിച്ച് നോക്കണം. അങ്ങനെ പരമാവധി സാധ്യതകളെല്ലാം ഉപയോഗിക്കുക. ഒരാൾക്ക് വിദേശ യോഗമുണ്ട്, വിദേശത്ത് പോകാനുള്ള ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റെഡിയായിരിക്കുകയാണ്. നമ്മൾ ദശ നോക്കി, അപഹാരം നോക്കി, ട്രാൻസിറ്റ് നോക്കി, അതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എപ്പോഴും പോകുമെന്നാണ് ഇയാൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അഷ്ടവർഗം എടുത്തിട്ട് ആ രാശിയിൽ ഏറ്റവും ബലമുള്ള സമയമാണെങ്കിൽ ഇന്ന ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റും. നമുക്ക് പോസിറ്റീവായിട്ട് അതിന് കൂടി ഒരു കമ്പാരിസനും കൂടിയായിട്ട് അഷ്ടവർഗം നമുക്ക് ഉപയോഗിക്കാം. ആദ്യം നമ്മൾ ദശ നോക്കി, അപഹാരം നോക്കി, ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കുക, വിസ വന്നിട്ടില്ല, വിസ വന്നാൽ ഉടനെ പോകും. എപ്പോഴും വിസ വരും എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ വിസ വരുന്ന കറക്റ്റ് പോയിൻ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസിറ്റ് എടുക്കുന്നത്. ഇപ്പോൾ സൂര്യൻ്റെ ട്രാൻസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നാട് വിട്ടു പോകാം. അല്ലെങ്കിൽ 12ാം ഭാവാധിപൻ്റെ വ്യാഴം നിൽക്കുകയാണ്, 6, 8, 12 വ്യാഴം നിൽക്കുകയാണ്, നാട് വിട്ടു പോകാറുണ്ട്. അതേമാതിരി നോക്കിയത് അഷ്ടവർഗത്തിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഇന്ന മാസത്തിലാണെങ്കിൽ ആ മാസത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ പർട്ടിക്കുലറായി ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആൻസർ ചെയ്യണം. അതിനുള്ള ഒരു മെത്തേഡാണ് അഷ്ടവർഗം. ഇതുമായിട്ട് വ്യത്യസ്തമാണ്, എങ്കിലും കമ്പാരിസന് വേണ്ടി നമുക്കിതും കൂടി ഉപയോഗിക്കാം. ഇതെങ്ങനെ കണക്കൂട്ടുന്നു നമുക്കത്. ഓക്കെ, ഞാനിനി അത് വായിച്ചു പോവാം. ഓക്കെ, അഷ്ടകവർഗം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാലോ എന്താണ് അഷ്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ആണ്. അപ്പം 8 തരത്തിലുള്ള ബലങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. 8 തരത്തിലുള്ള ബലങ്ങൾ. പേജ് നമ്പർ 60. പേജ് നമ്പർ 60 അഷ്ടവർഗം. അഷ്ടവർഗം എന്നും പറയും, അഷ്ടകവർഗം എന്നും പറയും. 8 തരത്തിലുള്ള ബലങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ നോക്കുന്നത് വെച്ചാൽ ലഗ്നത്തിൻ്റെയും 7 ഗ്രഹങ്ങളുടെ ബലമാണ് നോക്കുന്നത്. ഓക്കെ, രാഹു കേതുക്കളുടെ ബലം നോക്കുന്നില്ല, ലഗ്നത്തിൻ്റെയും 7 ഗ്രഹങ്ങളുടെയും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, വായിച്ചു കഴിഞ്ഞിട്ട് അത് പറയാം കേട്ടോ. പരാശരൻ 32 തരത്തിലുള്ള ദശാഭാഹാരങ്ങളെ വിവരിച്ചിരിക്കുന്നു. ഒരു ജാതകത്തിന് ഏതു ദശയാണ് കണക്കിലെടുക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കുവാൻ മഹർഷിമാർ പോലും വിഷമിച്ചിട്ടുണ്ട്. അതിനാൽ മഹർഷിമാർ ചാരവശാലും ദശാവശാലും ജാതകന് അനുഭവത്തിൽ യോജിക്കുന്ന ഫലങ്ങൾ കണ്ടുപിടിക്കുവാനും കാലനിർണയത്തിനുമായി അഷ്ടകവർഗം എന്ന പദ്ധതി ഏർപ്പെടുത്തി. ലഗ്നത്തിൽ നിന്നും ഓരോ ഗ്രഹം നിൽക്കുന്ന രാശിയിൽ നിന്നും ചില സ്ഥാനങ്ങൾ ശുഭങ്ങളായി കണക്കാക്കുന്നു. സൂര്യൻ മുതൽ ശനി വരെയുള്ള 7 ഗ്രഹങ്ങളും ലഗ്നവും ചേർന്ന് 8 സ്ഥാനങ്ങളിൽ നിന്നാണ് ശുഭങ്ങൾ നിർണ്ണയിക്കുന്നത്. 8 സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഫലനിർണ്ണയം ചെയ്യുന്നത് കൊണ്ട് ഇതിനെ അഷ്ടവർഗം അല്ലെങ്കിൽ അഷ്ടവർഗം എന്ന് പറയുന്നു. ലഗ്നരാശിയിൽ നിന്നും ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയിൽ നിന്നുമാണ് ശുഭാശുഭ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈ പദ്ധതി മുഖേന പ്രധാനമായും 3 വിധത്തിൽ പ്രവചനം നടത്തുവാൻ സഹായിക്കുന്നു: സംഭവത്തിന്റെ പ്രാധാന്യവും വ്യാപ്തിയും, സംഭവത്തിന്റെ ഗുണദോഷം, സംഭവത്തിന്റെ സമയനിർണ്ണയം. ഇതിനൊരു വിശേഷത കൂടിയുണ്ട്. ഓരോ ഗ്രഹത്തിൻ്റെയും ഫലത്തിൽ 8 പേരുടെയും ബലാംശങ്ങൾ ചേരുന്നുണ്ട്. ആയതിനാൽ ഇത് ഒരു കൂട്ടുബലമാണ്. ഇതുകൊണ്ട് കൂടിയാണ് അഷ്ടവർഗം എന്ന പേര് സിദ്ധിച്ചത്. സൂര്യൻ്റെ അഷ്ടവർഗം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉൾപ്പെടെ 7 ഗ്രഹങ്ങളും ലഗ്നവും ഇങ്ങനെ 8 പേര് കൂടി സൂര്യനെ പ്രതിനിധാനം ചെയ്ത് ഓരോ രാശിയിലും വിക്ഷേപിക്കുന്ന വർഗബലം അല്ലെങ്കിൽ കൂട്ടുബലം എന്ന് പറയുന്നു. ഇപ്രകാരം സൂര്യാഷ്ടവർഗം, ചന്ദ്രാഷ്ടവർഗം, കുജാഷ്ടവർഗം, ബുധാഷ്ടകവർഗം, ശുക്രാഷ്ടകവർഗം, മന്ദാഷ്ടകവർഗം എന്നിങ്ങനെ 7 ഗ്രഹങ്ങൾക്കും പ്രത്യേകം വർഗമുണ്ട്. ഇതിൽ ഓരോന്നിനും 7 ഗ്രഹങ്ങളുടെയും ലഗ്നത്തിൻ്റെ ഉൾപ്പെടെ 8 വർഗങ്ങൾ സൂക്ഷ്മപ്പെടുത്തുന്നു. ഒരു ജാതകന്റെ ആയുസ്, ഭാഗ്യം, സുഖം, വിദ്യ, കളത്രം, കർമ്മം, ധനലാഭം, വ്യയം, നാശം എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ശുഭാശുഭങ്ങളെ അഷ്ടവർഗത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു.
ഒരു ഐഡിയ കിട്ടിയോ? പെട്ടെന്ന് വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ലല്ലോ. 7 ഗ്രഹങ്ങളുണ്ട് അല്ലേ? രാഹു കേതുവിനെ ഒഴിവാക്കിക്കൊണ്ട് 7 ഗ്രഹങ്ങൾ. അപ്പോൾ 7 ഗ്രഹങ്ങളുടെ ബലം കൂടാതെ ലഗ്നത്തിൻ്റെ ബലം. ഇപ്പോൾ ഓരോ സ്ഥാനത്ത് ഇന്ന പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ രാശിയിൽ എത്ര പോയിൻറ്റ്സ് കിട്ടുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്ന രാശി നമുക്ക് ഗുണം കിട്ടും. അത് നമുക്ക് കണക്കൂട്ടി എടുക്കാം. സൂര്യൻ്റെ നോക്കാം ആദ്യം നോക്കാം. അപ്പോൾ ഇതിനകത്തൊരു ജാതകം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഒരു ജാതകം കണ്ടോ ഇതിനകത്ത്? എൻ്റെ ജാതകമാണ്. എൻ്റെ ജാതകമാണ്. വേറെ ആൾ കൊടുത്ത പരാതി വന്നാൽ ബുദ്ധിമുട്ടല്ലേ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 7 പ്ലാനറ്റും ഒരു ലഗ്നവും. ഓക്കെ, അങ്ങനെ 8 പേരാണ്. ഇന്നലെ രാത്രി വിളിച്ചായിരുന്നില്ലേ? എന്തിനാ നേരത്തെ വരുമെന്ന് ചോദിക്കാനാണ്. എന്താ? ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. ഉറക്കത്താണ് വിളിച്ചത്. 2 ദിവസം യാത്രയൊക്കെ കഴിഞ്ഞ് നേരത്തെ കിടച്ചായിരുന്നു. ഞാൻ വന്ന് 10 മണിക്ക് വന്നായിരുന്നു. 10 മണിക്ക് എത്തിയായിരുന്നു. 10 അല്ല 9:30 എത്തിയായിരുന്നു. നേരത്തെ സാറിൻ്റെ രവി ഇവിടെ ഇതൊരു ജാതകം. ഇവിടെ രവി നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അഷ്ടകവർഗം കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ അഷ്ടവർഗം ആദ്യം എടുക്കാം. 8 എണ്ണത്തിനുണ്ടെന്ന് പറഞ്ഞല്ലോ, ലഗ്നം ഉൾപ്പെടെ 8 എണ്ണത്തിനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലാനറ്റ് ആണെങ്കിൽ ഈ സൂര്യൻ എവിടെ വേണമെങ്കിലും നിന്നോട്ടെ, സൂര്യൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും സൂര്യൻ ഈ 12 രാശികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. 12 രാശികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 12 രാശികളെയും ചില രാശികളിലെ പോസിറ്റീവായിട്ടും ചില രാശികളെ നെഗറ്റീവായിട്ടുമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ചില രാശികളെ പോസിറ്റീവായിട്ടും ചില രാശികളെ നെഗറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അതുമാത്രമല്ല, ഈ സൂര്യന് വേണ്ടി ഈ ചന്ദ്രനില്ലേ, ചന്ദ്രനും ഈ 12 രാശികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടി? സൂര്യൻ്റെ അഷ്ടവർഗത്തിലാണ് പറയുന്നത്, ചന്ദ്രാഷ്ടവർഗം അല്ല പറയുന്നത്. ഓരോ ഗ്രഹത്തിനും ഓരോ അഷ്ടവർഗമുണ്ട്. ഓക്കെ, ഓരോ ഗ്രഹത്തിനും ഓരോ അഷ്ടവർഗമുണ്ട്. അപ്പോൾ സൂര്യൻ ഇവിടെ നിന്നുകൊണ്ട് 12 എണ്ണത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പോസിറ്റീവ് ഇൻഫ്ലുവൻസും ഉണ്ട്, നെഗറ്റീവ് ഇൻഫ്ലുവൻസും ഉണ്ട്. അതുപോലെ സൂര്യൻ്റെ അഷ്ടകവർഗത്തിൽ ചന്ദ്രൻ ഇവിടെ നിന്നുകൊണ്ട് ഈ 12 ഇടത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആർക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? സൂര്യന് വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതേപോലെ തന്നെ കുജനും ഇവിടെ നിന്നുകൊണ്ട് ഏതൊക്കെ സ്ഥാനങ്ങളിലാണെന്ന് പറയും, ഈ 12 സ്ഥാനങ്ങളിലും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആർക്ക് വേണ്ടി? സൂര്യന് വേണ്ടിയാണ് ഇൻഫ്ലുവൻസ് നടക്കുന്നത്. അതായത് സൂര്യൻ ഈ 12 സ്ഥലത്തും ഒരു കട തുടങ്ങി. 12 സ്ഥലങ്ങളിലും സൂര്യൻ കട തുടങ്ങി, ബിസിനസ് തുടങ്ങി. ഓക്കെ, 12 സ്ഥലങ്ങളിലും തുടങ്ങി. പക്ഷെ 12 സ്ഥലങ്ങളിലും സൂര്യന് പോകാൻ പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിലാണ് സൂര്യന് പോകാൻ പറ്റുന്നത്. അതാണ് സൂര്യന്റെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. ബാക്കി എല്ലായിടത്തും സൂര്യൻ എത്താൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം അവിടെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണെന്നാണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ പോസിറ്റീവ് മാത്രമേ പഠിക്കുന്നുള്ളൂ. കാരണം ഇത് രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോകും. ഓക്കെ, അത് മാത്രമല്ല, സൂര്യൻ അവിടെ പരിപാടി നടത്താൻ വേണ്ടി, അതായത് ബിസിനസ് നടത്താൻ വേണ്ടി ബാക്കി 7 പേരെയും കൂടി നിയോഗിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അവരോടും പറഞ്ഞിട്ടുണ്ട് ഈ 12 സ്ഥലത്തും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന ഇവിടെയാണ്, ചന്ദ്രൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ ചന്ദ്രനും ഈ 12 സ്ഥലങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മാത്രമേ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ളൂ, ചില സ്ഥലങ്ങളിൽ ചന്ദ്രൻ പോകുന്നില്ല. അതേപോലെ തന്നെ കുജനെയും പണിക്ക് നിർത്തിയിട്ടുണ്ട്. കുജന് ഇത് തന്നെയാണ്, 12 സ്ഥലത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ചിലയിടത്ത് പോസിറ്റീവ്, ചിലയിടത്ത് നെഗറ്റീവ് നമ്മൾ മാർക്ക് ചെയ്യില്ല, പോസിറ്റീവ് മാത്രമേ നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ മൊത്തത്തിൽ ഇതെല്ലാം മാർക്ക് ചെയ്യുക. അതായത് എത്ര ഗ്രഹമുണ്ട് മൊത്തം? 8 ഉള്ളൂ. അപ്പോൾ ഒരു രാശിയിൽ പരമാവധി എത്ര ഇൻഫ്ലുവൻസ് വരാം?
8 8 വരുള്ളൂ. 8 കൂടുതൽ രാശിയിൽ വരില്ലല്ലോ. കാര്യം സൂര്യന് വേണമെങ്കിൽ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാം, ചന്ദ്രൻ ഇൻഫ്ലുവൻസ് ചെയ്യാം, ബാക്കി 7 പേർക്കും പിന്നെ ലഗ്നത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. അങ്ങനെ 8 പോയിന്റ് പരമാവധി ഒരു രാശിയിൽ വരുള്ളൂ. ഉറപ്പല്ലേ? സംശയമില്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ സൂര്യൻ്റെയാണ് എടുക്കാൻ പോണത്. ഇതിനെ പറയുന്ന പേരാണ് സൂര്യന്റെ ഭിന്നാഷ്ടകവർഗം. സൂര്യന്റെ ഭിന്നാഷ്ടകവർഗം. സൂര്യന് 48 പോയിന്റ് മാക്സിമം. അത് മറ്റേ സർവാഷ്ടകവർഗമല്ലേ സാർ? സർവാഷ്ടകവർഗത്തിലല്ലേ? അതെ, സർവാഷ്ട എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 48 പോയിന്റ് കിട്ടണം. ഇങ്ങനെ കൂട്ടിയാലല്ലേ? അതെ, അത് ചന്ദ്രന് 49 അത് പറയണം. അത് പറയാം അത് പറഞ്ഞാൽ അതിൻ്റെ ഇത് എവിടെ തെറ്റിയിട്ടുണ്ടോ കണക്കൂട്ടി എടുക്കാൻ പറ്റും. അത് പറയാം സൂര്യാഷ്ടവർഗം ഞാൻ പറയാം. അത് മനസ്സിലായല്ലോ. അങ്ങനെ വരുമ്പോഴേ ഇതില് നമ്മൾ പറഞ്ഞു ഒരു രാശിയിൽ എത്ര പോയിന്റ് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ 8 അല്ലേ? ഓക്കെ. അപ്പൊ ഇത് എത്ര രാശിയുണ്ട്? 12 ഉണ്ട്. അപ്പൊ 12 × 8 എത്രയാ? 96 ആണ് അല്ലേ? 96. അപ്പൊ 96 ഇൻഫ്ലുവൻസ് വരും ഇതില്. ശരിക്കും 96 പോയിന്റുകൾ വരണം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് മാത്രമേ ഇപ്പൊ മാർക്ക് ചെയ്യുന്നുള്ളൂ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് മാർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സൂര്യൻ ഏതൊക്കെ രാശിയിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നു അതിന് നമ്മൾ ഒരു മാർക്ക് കൊടുക്കും. അതിനുശേഷം ചന്ദ്രൻ സൂര്യന് വേണ്ടി എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതിനൊരു മാർക്ക് കൊടുക്കും. അങ്ങനെ മാർക്ക് കൊടുത്ത് വരുമ്പോൾ പരമാവധി നമുക്ക് 8 പോയിന്റ് കിട്ടുള്ളൂ. ഏറ്റവും കുറഞ്ഞെന്ന് പറഞ്ഞാൽ 0 പോയിന്റും. അങ്ങനെ മാർക്ക് കൊടുത്തു വരുമ്പോൾ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് പരമാവധി വരാവുന്നത് 48 ആയിരിക്കും. മനസ്സിലായ? അതായത് 96-ന്ന് 48 കുറച്ചാൽ ബാക്കിയുള്ളത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ അത് തൽക്കാലം എടുക്കുന്നില്ല. കാര്യം നെഗറ്റീവും പോസിറ്റീവും കൂടി ഇതിൽ മാർക്ക് ചെയ്താൽ ഫുൾ കൺഫ്യൂഷനിലോട്ട് പോകും. ഓക്കെ, പറഞ്ഞുതരാം 48 പറഞ്ഞു. അതിപ്പോ പറഞ്ഞുതരാം. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് കണക്കാണ്, നമ്മളാരും ഡിറൈവ് ചെയ്തല്ല, നേരത്തെ എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ സൂര്യാഷ്ടവർഗം 48 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേജ് നമ്പർ 61 എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നു സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ 1, 2, 4, 7, 8, 9, 10, 11 എന്നീ 8 ഭാവങ്ങളിൽ ഇവിടെ ഇതിൽ തന്നെ എഴുതിയാൽ നോക്കട്ടെ. സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ 1-ല്, ഇതല്ല 1, ഇനി 2-ലും പറയുന്നുണ്ട്. ഓക്കെ, 2-ല്, 4-ല്, 3, 4, 4-ല്, 7-ല്, 7 ഏതാ? ഇതല്ലേ 7, പിന്നെതാ 8, 9, 10, പിന്നെന്താ 11. കണ്ടാ? ഇപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞ ആള് ഏതൊക്കെ രാശികളിലാണ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത്? ഈ രാശികളിലൊക്കെയാണ് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ അല്ലേ? അപ്പൊ ബാക്കിയുള്ളടത്ത് എന്തായിരിക്കും കൊടുക്കുന്നത്? നെഗറ്റീവ് ആയിരിക്കും കൊടുക്കുന്നത്. അത് മനസ്സിലായില്ല? അത് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. കാരണം ഈ പോസിറ്റീവ് നെഗറ്റീവ് കൂടി ഒരു ചാർട്ടി മാർക്ക് ചെയ്താൽ അവസാനം ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇനി സൂര്യാഷ്ടാവർഗത്തിൽ ഇനി നമ്മൾ ചന്ദ്രനെ നോക്കും. ചന്ദ്രൻ എന്താ പറയണേ? ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതൽ 3, 6, 10, 11 എന്നീ 4 ഭാവങ്ങളിലേ കൊടുക്കുന്നുള്ളൂ. 3, 6, 10, 11. ചന്ദ്രന്റെ 3. 1, 2, 3 ചാന്നെഴുതിയാ 3, പിന്നെതാ 4, 5, 6. 6 രാഹു ഇത് എടുക്കുന്നില്ല സാർ, 7 വരെ ഉള്ളൂ. ചന്ദ്രന്റെ 3, 6, 10, 11. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 3, 6, 10, 11 ഭാവങ്ങളിൽ ആണ് പോസിറ്റീവ് എനർജി വരുന്നത്. പോസിറ്റീവ് എടുക്കുന്നുള്ളൂ, നെഗറ്റീവ് എടുക്കുന്നില്ല. 7, 8, 9, 10 ഇതല്ലേ 10, ഇത് 11. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി പറയുന്നത് കുജൻ നിൽക്കുന്ന രാശി മുതൽ 1, 2, 4, 7, 8, 9, 10, 11. കുജൻ ഇവിടെ അല്ലേ നിൽക്കണേ? അപ്പോൾ ഇവിടെ കുജൻ കൊടുത്ത് 1 കൊടുത്ത്, പിന്നെ 2-ല്, പിന്നെ
4 4 4 പിന്നെ എത്ര സാറേ? 7 8 6 7 7 8 9 9 10 10 11. 11 കുജൻ കൊടുത്തു വേണ്ട. പിന്നെ ബുധൻ നിൽക്കുന്ന രാശി മുതൽ ആ ബുധൻ എവിടെ നിൽക്കുന്നത്? ഇവിടെ നിൽക്കാം. രാശി മുതൽ 3 1 2 3 ആ 3 4 5 5 പിന്നെ 5 6 9 6 9 10 11 12. 9 10 ഉണ്ടോ? ആ 10 11 12 11 12. 12 കൊടുത്തു. ഇനിയോ വ്യാഴം നിൽക്കുന്ന രാശി മുതൽ 5 6 9 11 5 6 9 11. 1 2 3 4 5 5 6 6 9 11. 11. ശുക്ര നിൽക്കുന്ന രാശി മുതൽ 6 7 12. ശുക്രൻ 6 7 12 അല്ലേ? 3 4 5 6 6 7 8 9 10 11 12. പിന്നെയോ ശനി നിൽക്കുന്ന രാശി മുതൽ 1 2 4 7 9 10 11. ശനി എവിടെ? ശനി നിൽക്കുന്ന രാശി മുതൽ 1 2 4 4 7 8 7 8 8 9 10 11. 9 10 10 11. 11. പിന്നെ ലഗ്നം നിൽക്കുന്ന രാശി മുതൽ 3 4 6 10 11 12. 1 2 3 3 4 4 6 6 10 10 11 12. തെറ്റിപ്പോയാ ഗുരുവിന്റെ ഗുരുവിൻ്റെ എഴുതിയില്ല ഇത്. എഴുതിയില്ലേ? അത് ഗുരുവാണ് എഴുതിയത്. ഗുരുവിൻ്റെ എഴുതിയില്ല. 11 10 എഴുതിയിട്ട് 10 എഴുതിയാ 11. ആ തെറ്റിപ്പോയല്ലേ? 11 അപ്പൊ ശരിയായ. ഓക്കെ ഇതിനെയാണ് 9 11 10 ആ 10 എഴുതിയിട്ടില്ല. 10 ഇപ്പം വായിച്ച. ആ 11 ശരിയായി ശരിയായി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? സൂര്യാഷ്ടവർഗം. സൂര്യൻ്റെ സൂര്യന്റെ ഭിന്നാഷ്ടവർഗം. ഓക്കെ അപ്പം നേരത്തെ പറഞ്ഞില്ലേ 48 വരെ എങ്ങനെയാണെന്ന് ചോദിച്ചില്ലേ? ശരിക്കും 96 വരേണ്ടത്. നെഗറ്റീവ് ഒന്നും മാർക്ക് ചെയ്തില്ല നമ്മൾ, പോസിറ്റീവ് മാത്രമേ മാർക്ക് ചെയ്തുള്ളൂ. ഈ പോസിറ്റീവ് ഒക്കെ കൂട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ 8 രാശിയിലാണ് പോയിന്റ് കൊടുത്തത്. ചന്ദ്രനും അത് നിൽക്കുന്ന രാശി മുതൽ 4 രാശികളിൽ പോയിന്റ് കൊടുത്തു. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. പിന്നെയോ കുജനോ 8 എടുത്തു കൊടുത്തു. പിന്നെ ബുധൻ 7 എടുത്തു കൊടുത്തു. വ്യാഴം 4 എടുത്തു കൊടുത്തു. 3 എടുത്തു. ശനി 8. ലഗ്നം 6 ആണ്. 6 ഇതെല്ലാം കൂടി കൂട്ടി എത്ര കിട്ടും? 48 48 കിട്ടണം. കിട്ടിയില്ല നമ്മൾ 48 കിട്ടിയില്ലെങ്കിൽ കണക്ക് തെറ്റി. ഓക്കെ 48 പോയിന്റുകളാണ്, അനുകൂലമായിട്ടുള്ള പോയിന്റുകളാണ് കൊടുത്തത്. ഓക്കെ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്തില്ല. നെഗറ്റീവ് കൂടി മാർക്ക് ചെയ്ത് എത്ര കിട്ടും? 96 കിട്ടണം. ഓക്കെ അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് സൂര്യാഷ്ടക വർഗം, സൂര്യന്റെ ഭിന്നാഷ്ടക വർഗം. ഓക്കെ അപ്പൊ ഇത് ഓരോ രാശിയിലും എത്ര പോയിന്റ് വീതം കിട്ടിയിട്ടുണ്ടാവും? ഇപ്പൊ സൂര്യന് കിട്ടിയ പോയിന്റുകൾ എത്രയായിരിക്കും? ഇവിടെ എത്ര പോയിന്റ് കിട്ടി? 7 പോയിന്റ് കിട്ടി ഇല്ലേ? അപ്പൊ ഈ രാശിയിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നിൽക്കുന്നത് കന്നിയിലാണ്. സൂര്യൻ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഗോചരത്തിൽ സൂര്യൻ കന്നിരാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഏറ്റവും നല്ല അനുഭവങ്ങൾ ഉണ്ടാവും. ഒന്ന് കാരകത്വം, സൂര്യന്റെ കാരകത്വം. 2 ലഗ്നത്തിന്റെ എത്രാം ഭാവമാണെന്നുള്ളത്. മനസ്സിലായോ? ഇതിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആ രാശിയായിരിക്കും ഈ സൂര്യൻ വരുമ്പോൾ, ചാരവശാല് വരുമ്പോൾ നല്ല ഫലം കൊടുക്കും.
ഇനി സൂര്യൻ എവിടെ നിൽക്കുമ്പോഴായിരിക്കും ഇദ്ദേഹത്തിന് ഏറ്റവും മോശം? സ്വക്ഷേത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് വൃശ്ചികം. എവിടെയൊക്കെയാ 2 പോയിന്റ് വന്നേക്കണേ? ചിങ്ങവും വൃശ്ചികത്തിൽ സൂര്യൻ വരുമ്പോ എവിടെയായിരിക്കും? പിന്നെ കർക്കിടകവും ഇല്ലേ? അതെ അതെ അതെ. ഇനി ഞാൻ പറയാം, അതായത് 8 പോയിന്റ് ആണല്ലോ മാക്സിമം അല്ലേ? അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാ? 4 അല്ലേ? അപ്പോ 4 ആണെങ്കിൽ ഗുണം ദോഷ സമ്മിശ്രം പകുതിയല്ലേ? 4 മേളിലോട്ടാണെങ്കിൽ 3 ആണെങ്കിലോ പോക്കാണ്, 2 ആണ് മഹാപോക്ക, 0 ആണെങ്കിൽ ഒന്നുമില്ല. 0 ആണെങ്കിൽ സൂര്യന്റെ ഭിന്നാഷ്ടവർഗത്തിൽ സൂര്യന് 0 കിട്ടുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലൂടെ സൂര്യൻ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആള് ജീവനോടെ ഉണ്ടാവില്ലെന്നാ പറയാം. ഇങ്ങനെ സംഭവിക്കണം എന്നില്ല, കാര്യം എല്ലാം നോക്കണമല്ലോ. അല്ല, എനിക്ക് സംഭവിക്കാം. ഇത് കംപ്ലീറ്റ് എടുത്താൽ പറയാം വൃശ്ചികം ഏറ്റവും മോശമാണ്. വൃശ്ചികം അല്ല, സൂര്യന്റെ ഭിന്നാഷ്ടവർഗം. സൂര്യന്റെ ഇല്ല. ഇത് സപ്പോസ് ഒരിടത്ത് 0 പോയിന്റ് വന്നു എന്ന് വിചാരിക്കണേ നമുക്ക് കാശിലൊന്നുമില്ലല്ലോ. സൂര്യന് 1 പോയിന്റും കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പോയിന്റിലൂടെ ട്രാൻസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മരണമാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ മരണ തുല്യമായ അവസ്ഥയാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇതിലിപ്പം ഇത് തന്നെ മതി. അതായത് 1, 2 വരുമ്പോൾ തന്നെ ഭയങ്കര ക്ലേശമാണ്. 1 പോയിന്റ് മാത്രം ഉള്ളത്, അല്ലെങ്കിൽ 2 പോയിന്റ് മാത്രം എടുത്ത് വരുമ്പോൾ ഭയങ്കര ക്ലേശം വരും. എന്തിനെ സംബന്ധിച്ചുള്ള ക്ലേശം വരും? സൂര്യനെ സംബന്ധിച്ചിടത്തോളം ക്ലേശം വരും. സൂര്യന്റെ കാരകത്തെ എന്തിനൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യണം എന്താ? സൂര്യനാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ അസുഖം പിടിച്ചു കിടക്കാൻ നല്ല സമയമാണ്. കർക്കിടക മാസത്തില്, ചിങ്ങമാസത്തില്, വൃശ്ചിക മാസത്തില് ഏറ്റവും മോശം. അനുഭവം ശരിയാണ്. അങ്ങനെയല്ല, ആരോഗ്യം ഏറ്റവും മോശമാവുന്ന സമയം. സൂര്യൻ ഇനിയുണ്ട്, ഞാൻ പറയാം. സൂര്യന്റെ പൊസിഷൻ വെച്ച് നമുക്ക് 4 ദിവസം കൂടുമ്പോഴുള്ള ഫലം പറയാൻ പറ്റും. 4 ദിവസം കൂടുമ്പോ ഇല്ല, ചന്ദ്രനെ 6-8 മണിക്കൂർ വെച്ച് പറയാൻ പറ്റും. 6-8 മണിക്കൂർ വെച്ച്. അതെന്താന്ന് പറഞ്ഞുതരാം, അത് പറയാം. അപ്പൊ ഇത് മനസ്സിലായ? സൂര്യന്റെ ഭിന്നാഷ്ടവർഗം എന്ന് പറഞ്ഞ ഇതാണ്. മാക്സിമം പോയിന്റ് 8. ഈ പോയിന്റ് മുഴുവൻ കൂട്ടിയാൽ 48 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഉള്ളിൽ നമ്മൾ എഴുതിയ തെറ്റിയിട്ടുണ്ടാവും, അതൊന്ന് കൂട്ടി നോക്കണം. പോയിന്റുകൾ കൂട്ടിയാൽ 48, 7, 3, 10, 3, 11 അങ്ങനെ എല്ലാം കൂടി 48 ഉണ്ടോ എന്ന് നോക്കണം. 48 കുറവാണെങ്കിൽ, കൂടുതലാണെങ്കിൽ നമുക്കൊരു കണക്കിൽ തെറ്റിയിട്ടുണ്ട്. അത് കൂട്ടി നോക്കിയോ? എല്ലാവരും കൂട്ടി നോക്കി. 48 ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ കണക്ക് തെറ്റാണ്, നമ്മൾ എടുത്തെഴുതിയാൽ തെറ്റി പോകും. ഇത് കിട്ടിയില്ലേ? ഇനി ഇതുപോലെ തന്നെ ആർക്കൊക്കെ ഭിന്നാഷ്ടവർഗമുണ്ട്? ചന്ദ്രന് ഭിന്നാഷ്ടവർഗമുണ്ട് അല്ലേ? കുജന് ഭിന്നാഷ്ടവർഗമുണ്ട്, ലഗ്നത്തിന് ഭിന്നാഷ്ടവർഗമുണ്ട്. അതെ, 8 പേർക്കും ഭിന്നാഷ്ടവർഗമുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ നമ്മളിപ്പം ഭിന്നാഷ്ടവർഗം എന്ന് പറഞ്ഞല്ലോ. സൂര്യന് പോയിന്റ് കൊടുക്കണ ഒരു സാധനം ഞാൻ ആദ്യം മാർക്ക് ചെയ്തില്ലേ? അതായത് ചന്ദ്രൻ സൂര്യന് കൊടുക്കുന്ന പോയിന്റ് ഞാൻ പറഞ്ഞില്ല, സൂര്യന് കൊടുക്കുന്ന പോയിന്റുകൾ പറഞ്ഞു. അതിനെയാണ് പ്രസ്താരാഷ്ടകവർഗം എന്ന് പറയുന്നത് കേട്ടോ. പ്രസ്താരാഷ്ടകവർഗം, അതായത് ആ ഗ്രഹത്തിന് കൊടുക്കുന്ന പോയിന്റുകൾ മാത്രം പ്രസ്താരാഷ്ടകവർഗം. ബാക്കി ഗ്രഹങ്ങൾ അതിന് കൊടുക്കുന്ന പോയിന്റും കൂടി ആകുമ്പം അത് ഭിന്നാഷ്ടകവർഗമായി. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു. ഓക്കെ, അത് ഓരോ ഗ്രഹവും അവരവർക്ക് കൊടുക്കുന്ന പോയിന്റ് പ്രസ്താര അഷ്ടവർഗം. അത് ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഭിന്നാഷ്ടവർഗമാണ് നമുക്ക് ഭിന്നാഷ്ടവർഗവും പിന്നെ സമുദായ അഷ്ടവർഗം അല്ലെങ്കിൽ സർവാഷ്ടവർഗവുമാണ് നമ്മൾ പ്രഡിക്ഷൻ കൂടുതലും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. അതായത് 96 പോയിന്റാണ് പരമാവധി ഒരു ഭിന്നാഷ്ടവർഗത്തിൽ കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? അങ്ങനെ എത്ര ഭിന്നാഷ്ടവർഗം നമുക്ക് ഉണ്ടാക്കാം? 8 ഉണ്ടാക്കാം. അപ്പൊ ഈ 96 × 8 അല്ലേ? ഇത്രയും പോയിന്റുകളാണ് പരമാവധി വരുന്നത്. ഇത്രയും പോയിന്റുകളാണ്. അതായത് 768 പോയിന്റുകൾ വരും. ഓക്കെ,
ശരിക്കും വരണം. പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ ഭിന്നാഷ്ടവർഗം മാർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് പോയിന്റ്സ് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. ഓരോ ഗ്രഹത്തിന് പോസിറ്റീവായിട്ടുള്ള പോയിന്റുകൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സൂര്യൻ ഇവിടെ 96 വന്നില്ല, പകരം 48 വന്നുള്ളൂ. ഇനി ചന്ദ്രന്റെ എടുക്കും, കുജന്റെ എടുക്കും, അവരുടെയും പോസിറ്റീവ് പോയിന്റുകൾ മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യുള്ളൂ, നെഗറ്റീവ് മാർക്ക് ചെയ്യില്ല. അപ്പൊ നമുക്ക് 768 പോയിന്റും വരില്ല. നമുക്ക് പരമാവധി വരുന്നത് 337 പോയിന്റേ വരുള്ളൂ. അങ്ങനെയാന്ന് വെച്ചാൽ സൂര്യൻ ഇപ്പൊ 48 കിട്ടിയില്ലേ, ഇനി നമ്മൾ ചന്ദ്രനെ എടുക്കും. അപ്പൊ ചന്ദ്രന് കിട്ടുന്ന പോയിന്റ് ഉണ്ട്, പിന്നെ ബുധന് കിട്ടുന്ന പോയിന്റ് ഉണ്ട്. അതെല്ലാം കൂടി കൂട്ടി വരുമ്പം പരമാവധി വരുന്നത് 337 പോയിന്റാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ചന്ദ്രാഷ്ടോറം വരക്കണം സാറേ. അതും കൂടി ചെയ്യാം, ഒരെണ്ണം കൂടി ചെയ്യാം. ചന്ദ്രനെ എഴുതിയോ? എല്ലാവരും എഴുതിയെടുത്തോ? എഴുതിയോ? ഏത്? അതുകൊണ്ടാണ് 96 × 8 വിളിച്ചത്. 768 വരും. ഏത്? ഇല്ലില്ല, പകുതിയില്ല. ഇതിൽ അങ്ങനെയൊന്നുമില്ല, ആ കണക്കൊന്നുമില്ല, പകുതി കണക്കൊന്നുമില്ല. കാര്യം ഇവിടെ 48, സൂര്യന്റെ അഷ്ടവർഗം 48 ആണെങ്കിൽ, പക്ഷെ ചന്ദ്രന്റെ അഷ്ടവർഗം 48 അല്ല, ചന്ദ്രന് 49. മനസ്സിലായോ? കുജന് 39 വരുള്ളൂ. കുജന്റെ എടുക്കാം സാറേ, വ്യത്യസ്തമായി. അപ്പൊ ഒരാളുടെ ആയി. രവിയുടെ നമ്മള് ഭിന്നാഷ്ടവർഗം കണ്ടുപിടിച്ചു, നമുക്ക് മനസ്സിലായി. എന്ത് എഴുതിയെടുക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോ. നമുക്ക് മനസ്സിലായത് എഴുതിക്കോട്ടെ. ഒരെണ്ണം കൂടി ക്ലാസ്സിലെടുക്കും, അത് കഴിഞ്ഞ് അടുത്തത് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാം എഴുതി കൊണ്ടുവരും. ഒരെണ്ണം ക്ലാസ്സിൽ എഴുതും, ഒന്നും കൂടി എടുക്കും ചൊവ്വയുടെ, അത് കഴിഞ്ഞ് ബാക്കി സ്വന്തമായിട്ട് കണ്ടുപോകും. എന്നിട്ട് അടുത്ത ക്ലാസ് വരുമ്പം പറയും. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ശരി, ആരാണെന്ന് അറിയില്ല, നോക്കട്ടെ. ഇവിടെ വന്നപ്പോ നമ്മള് നേരത്തെ ഈ പറഞ്ഞ ആരോ പറഞ്ഞല്ലോ, അതല്ല സൂര്യന്റെ സ്വക്ഷേത്രം ഇത്. പക്ഷെ ഇറസ്പെക്റ്റീവ് ഓഫ് സ്വക്ഷേത്രം നമ്മളിവിടെ സൂര്യൻ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് മോശം പോലെ പറയണം. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു 7 പോയിന്റ്, അല്ല ഇവിടെ ഒരു 4 പോയിന്റ് ഉണ്ട്. വലിയ കുഴപ്പമില്ല. സുഖ ദുഃഖ മിശ്രമാണ് ഇവിടെ ഫലം. കാര്യം നെഗറ്റീവ്, ഇവിടെ സൂര്യൻ പോയിരുന്നെങ്കിലും നമുക്ക് കംപ്ലീറ്റ് നെഗറ്റീവ് പറയാൻ പറ്റില്ല. കാര്യം ഒരു ഗ്രഹം അതിന്റെ മിത്രക്ഷേത്രത്തിലോ അല്ല ശത്രുക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നീചസ്ഥാനത്തോ നിന്നോട്ടെ, അഷ്ടകവർഗം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പോയിന്റ്സിനാണ് വാല്യൂ കൊടുക്കുന്നത്. തീർച്ചയായും നന്നായിരിക്കും. ഇതിപ്പോൾ ഇന്നിനി നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ഒന്നാമത്തെ ക്ലാസ് കുറേ ആയി. ഇപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് കുറച്ചായിപ്പോയി. ഇങ്ങനെ ഏതാണ്ട് ആയില്ല, ഇപ്പോൾ 12 മണി കഴിഞ്ഞില്ല. സ്റ്റാർട്ടിങ് ആണെങ്കിൽ അഷ്ടവർക്ക് നമുക്ക് തുടക്കം പോലെ എടുക്കാമായി. 15 മണിക്ക് വരികയാണെങ്കിൽ അഷ്ടവർക്ക് പഠിക്കാമായിരുന്നു. അതായത് ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇവിടെ ഒരു 8 ഗ്രഹങ്ങൾക്ക് പോയിന്റ് കൊടുക്കാന്ന്. അടുത്ത ഞായറാഴ്ച നമുക്ക് 8 ഗ്രഹങ്ങൾ ചുമ്മാ ഈ രാശിയിൽ പോയിന്റ് കൊടുക്കണേണോ 30 ഡിഗ്രിയിൽ? അങ്ങനെയല്ല. ഒരു രാശിയിലാണ്, ഇതൊരു രാശിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു രാശി, ഏത് രാശി ആയിക്കോട്ടെ, ഇതിനെ നമ്മള് ഇരുന്നുകൊണ്ടിരുന്ന ഒരു പ്രയോജനമില്ല. 2, 3, 4, 5, 6, അത്രയും സമയം നമ്മൾ 8 വിഭജിക്കുന്നുണ്ട്. കാര്യമില്ല. ഓക്കെ, ഓരോന്നും എത്ര ഡിഗ്രിയാ? നാളെ വരുമല്ലോ, 3.25 ഡിഗ്രി വരും. 15 മുമ്പിൽ എന്തായാലും വേണ്ട, 3.25 ഡിഗ്രി വരും. ഇതില് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ വേണ്ട. ഒരു 15 ആയാലും വിരോധമൊന്നുമില്ല. ശരിയാണ്. ഇതുണ്ട, ആദ്യത്തെ 3.25 ശരിക്കാണ്, രണ്ടാമത്തെ 3.25 ഗുരുവിനാണ്. ഓക്കെ, മൂന്നാമത്തെ 3.25 കുജനാണ്, നാലാമത്തെ 3.25 രവിക്കാണ്, അഞ്ചാമത്തെ 3.25 ശുക്രനാണ്, ബുധനാണ്, ചന്ദ്രനാണ്, ലഗ്നത്തിനാണ്. മനസ്സിലായോ? ഈ 3.25 സാർ ഒരു കാര്യം എക്സ്ട്രാ പറയുന്നത്,
അതായത് നമ്മൾ ഈ പോയിന്റ് കൊടുക്കുന്നുണ്ടല്ലോ, പോയിന്റ് കൊടുക്കുന്നത് ഇപ്പൊ ഈ രാശിയിൽ നമ്മൾ പോയിന്റ് കൊടുക്കുമ്പോൾ റാൻഡം ആയിട്ട് കൊടുക്കുകയല്ല. ഈ രാശിനെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യും. കക്ഷ്യ എന്നാണ് ഇതിന് പറയുന്നത്. കക്ഷ്യ 8 കക്ഷികളായിട്ട് ഡിവൈഡ് ചെയ്യും. 8 കക്ഷികൾ. എന്നിട്ട് ഓരോ കക്ഷിയും ഓരോ ഗ്രഹത്തിന്റെയാണ്. ഓരോ കക്ഷിയും ഓരോ ഗ്രഹത്തിന്റെയാണ്. അപ്പൊ നമ്മളിവിടെ നേരത്തെ ഇപ്പൊ സൂര്യന് പോയിന്റ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പം ഈ രാശിയാന്ന് വിചാരിക്കുക. സൂര്യന് പോയിന്റ് കൊടുക്കുമ്പോൾ ഈ സൂര്യന്റെ പോയിന്റ് നമ്മൾ ശരിക്കും എവിടെ എഴുതുന്നത്? ഈ രവി എന്ന് എഴുതുന്നത് ഇവിടെയാണ്. മനസ്സിലായോ? സൂര്യന് വേണ്ടി വേറൊരു പ്ലാനറ്റ് കുജൻ പോയിന്റ് കൊടുത്ത കുജൻ എന്ന് എഴുതുന്നത് ഇവിടെയാണ്. പിടിയിട്ടുണ്ടോ? അതേപോലെ തന്നെ ശുക്രൻ എന്ന് പറയുമ്പോൾ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ സൂര്യൻ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യാണ്. 30 ദിവസം കൊണ്ട് സൂര്യൻ ട്രാൻസിറ്റ് ചെയ്യില്ലേ? 30 ദിവസം കൊണ്ട് സൂര്യൻ ഒരു രാശി കിടക്കില്ലേ? ആദ്യത്തെ 4 ദിവസം ഈ രാശി കൂടിയാണ് കിടക്കണത്. എന്തെങ്കിലും ഗുണം ഇയാൾക്ക് ഉണ്ടാവുമോ? ഈ ഓർഡർ എങ്ങനെ വന്ന് നമ്മുടെ പഴയ സാധനമില്ല സാറേ, അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുധ. അത് പറയണ്ടേ? ഇല്ല, അത് പിന്നെ പറയാം. അതായത് അർക്ക ശുക്ര ബുധ ചന്ദ്രയില്ലേ, പിന്നെ ലഗ്നം, പിന്നെ മന്ദ ജീവ ധരാസുധ. അപ്പോ ഈ സൂര്യൻ 30 ദിവസം കൊണ്ട് രാശി കടന്നുപോയി. ഓക്കെ, ആദ്യത്തെ 4 ദിവസം കൊണ്ട് കിടക്കുമ്പോ ഗുണം ഉണ്ടാവും ഇയാൾക്ക്? ഇല്ല. കാര്യം സൂര്യൻ ഇവിടെ പോയിന്റ് കൊടുത്തിട്ടില്ല. സൂര്യന് വേണ്ടി വേറെ ആരും പോയിന്റ് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ 4 ദിവസം ഗുണം ഉണ്ടാവോ? ഗുണം ഉണ്ടാവില്ല. കാര്യം ഇവിടെ പോയിന്റ് ഇല്ല. മൂന്നാമത്തെ ദിവസം ഗുണം ഉണ്ടാവോ? ഗുണം ഉണ്ടാവും. കാര്യം എന്താ? ഇവിടെ സൂര്യന് വേണ്ടി കുജൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ആരുമായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങൾ വരാം? കുജനായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങൾ വരാം. മനസ്സിലായ? ഞാനിപ്പോ ഒരു ചോദ്യം ചെയ്തിട്ടില്ലേ, അതെന്താ ആരും ചോദിക്കാൻ? ഈ ഇങ്ങനെ എഴുതാനെന്താ കാരണം? ഇങ്ങനെ എഴുതിയില്ലേ? ശനി ഗുരു ചൂട്, അതെന്താ അങ്ങനല്ലേ? അങ്ങനെ തോന്നിയ പോലെ എഴുതാൻ പറ്റുമോ? അതിനൊരു ഇതില്ലേ, ഒരു നിയമമില്ലേ? ആ നിയമം പറയാൻ പറ്റുമോ? പുള്ളി അങ്ങനെ വെറുതെ എഴുതിയൊന്നുമല്ല. ആ ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു പോയിന്റാണ്. ഞാൻ പഠിക്കാത്തൊരു പോയിന്റാണ് പുള്ളി പഠിപ്പിക്കുന്നത് അല്ലേ? ഞാൻ രാവിലെ പറഞ്ഞില്ല, നമ്മൾ പഠിക്കാത്തൊരു പോയിന്റ് വേറെ ആൾ പഠിപ്പിച്ചത്. അത് പ്ലാനറ്ററി പൊസിഷൻസ് വെച്ച് ഇത് ഭയങ്കര അർത്ഥമുള്ളൊരു പോയിന്റാണ്. വളരെയധികം അർത്ഥവത്തായ ഒരു പോയിന്റ്. അല്ലല്ല, ഇത് പ്ലാനറ്ററി, അതായത് സണ്ണിനെ വെച്ചിട്ട് പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ട് അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുധ എന്നും പറഞ്ഞിട്ട് അങ്ങനെ തന്നെയല്ലേ? അതെ അതെ, അങ്ങനെ സംഭവം. അത് വെച്ച് നമ്മൾ കാലഹോര പറയണത്. കാലഹോര എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓരോ ദിവസം അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുധ. ഞായറാഴ്ച ഫസ്റ്റ് 1 hour സൂര്യന് ഏറ്റവും വിലയുള്ള ദിവസമാണ്. തിങ്കളാഴ്ച ചന്ദ്രന് ഏറ്റവും വിലയുള്ള ഫസ്റ്റ് 1 hour. ചൊവ്വാഴ്ച ചൊവ്വയ്ക്ക് ഫസ്റ്റ് 1 hour. അങ്ങനെ ആ ഓർഡറിലുള്ള ശ്ലോകമാണ് ഈ പറഞ്ഞത്. അർക്ക ശുക്ര കാലഹോര, അർക്ക ശുക്ര. ഇത് നമുക്ക് പൊരുത്ത ഇതിനൊക്കെ വരും. അത് വീണ്ടും വരും. നമുക്ക് അപ്പൊ ഹോര ഒരു ഇതായിട്ട് തന്നെ എടുക്കാം. അർക്ക ശുക്ര ബുധ ചന്ദ്ര, അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുധ. ഞായറാഴ്ച വർക്കാണ് തുടങ്ങിയിരിക്കുന്നത്. അർക്ക എന്ന് പറഞ്ഞാൽ സൂര്യൻ. അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുധ. അപ്പോൾ അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, പിന്നെ ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ. അർക്ക ശുക്ര ബുധൻ തന്നെ ശുക്ര ബുധ ചന്ദ്ര ശനി മന്ദ ശനി ജീവ എന്ന് പറഞ്ഞാൽ വ്യാഴം ജീവൻ ജീവ ധരാസുധ എന്ന് പറഞ്ഞാൽ ഭൂമി ചൊവ്വ. അപ്പം ഞായറാഴ്ചത്തെ ഓർഡറാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ തിങ്കളാഴ്ച വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് കൂട്ടിക്കഴിയുമ്പോൾ തിങ്കളാഴ്ച വരും കാലവര. 1 മണിക്കൂറാണ്, 24 മണിക്കൂറല്ലേ. അപ്പോൾ ചൊവ്വാഴ്ച ഓട്ടോമാറ്റിക്കായി, ബുധനാഴ്ച ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ ചന്ദ്രൻ്റെ കാലവരയായിരിക്കും. അതേമാതിരിയാണ് ആചാര്യന്മാർ കണക്കൂട്ടിയിരിക്കുന്നത്. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആദ്യത്തെ 1 മണിക്കൂർ, ഉദയത്തിന് ശേഷം ആദ്യത്തെ 1 മണിക്കൂർ സൂര്യൻ്റെ കാലഹോര. അത് കഴിഞ്ഞാൽ ആരുടെ കാലഹോര വരും? ശുക്രൻ. അങ്ങനെ 7 പേര് കഴിഞ്ഞാൽ വീണ്ടും സൂര്യൻ്റെ വരും. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വരുന്ന സമയത്ത് ചന്ദ്രനായിരിക്കും. നെക്സ്റ്റ് ഡേ ഉദിക്കുന്നത് ചന്ദ്രനായിരിക്കും. ഒരു ദിവസം. അപ്പോൾ അടുത്ത ദിവസം കറക്റ്റായിട്ട് ചന്ദ്രൻ വരും. ചന്ദ്രൻ വരുമ്പോ ചന്ദ്രൻ തിങ്കളാഴ്ച ചന്ദ്രൻ വരും, ചൊവ്വാഴ്ച അതായത് തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ആരുടെ ആയിരിക്കും?
ചന്ദ്രന്റെ കാലഹോരയായിരിക്കും. ഉദയം മുതൽ 1 മണിക്കൂർ, അത് കഴിഞ്ഞ് 1 മണിക്കൂർ ആരുടെ ആയിരിക്കും? മന്ദന്റെ ആയിരിക്കും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ വ്യാഴത്തിന്റെ ആയിരിക്കും. അപ്പൊ മംഗളകാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഗുരുവിന്റെ കാലഹോര നോക്കുക, ഒന്നും പറ്റിയില്ലെങ്കിൽ. 7 മണിക്കൂറായി ആദ്യത്തെ 7 1 2 7 ഗ്രഹമല്ലേ 7 മണിക്കൂറാണ്. 7 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. പിന്നെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരുന്ന സമയത്ത് ചന്ദ്രൻ്റെ വരും. 7:21 പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആൾക്ക് അത് കൂട്ടി നോക്കിക്കോളൂ, കറക്റ്റായിട്ട് വരും. കറക്റ്റായിട്ട് മാറ്റാനൊന്നും പറ്റില്ല. ഒരു രാശി രണ്ടായിട്ട് ഭാഗിക്കുന്ന ഹോരക്ക് പല അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥമാണ് പറഞ്ഞത്, ഈ പറഞ്ഞ രാശിനെ രണ്ടായിട്ട് വിഭജിക്കുന്നത്. ഹോരയുടെ മറ്റൊരു അർത്ഥം അവർ എന്ന് പറഞ്ഞ അർത്ഥമാണ്. അവർ അല്ലേ മണിക്കൂർ. ഈ അവർ എന്ന് പറഞ്ഞ വാക്ക് വന്നത് ഹോര എന്ന് പറഞ്ഞ വാക്കുന്ന കാലഹോരാന്ന് ഇതിന് പറയണേ. തിങ്കളാഴ്ച വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് വരും. കണക്കൂട്ടി ആദ്യം 7 വന്നില്ലേ, പിന്നെ വീണ്ടും സൂര്യൻ വരും, പിന്നെയും സൂര്യൻ വരും. അങ്ങനെ 3 പ്രാവശ്യം കഴിഞ്ഞാൽ മണിക്കൂർ. അതെ, അതായത് ഇപ്പൊ ഞായറാഴ്ച രാവിലെയായി, ഞായറാഴ്ച രാവിലെ 6 തൊട്ട് 7:30 വരെ ഇത് വരും, 7:30 തൊട്ട് 8:30 വരെ ഇത് വരും, 8:30 തൊട്ട് 9:30 വരെ വരും, 9:30 തൊട്ട് 10:30 വരെ, 10:30 തൊട്ട് 11:30 വരെ, 11:30 തൊട്ട് 12:30 വരെ, 12:30 തൊട്ട് 1:30 വരെ ഇത് വരും. പിന്നെ 1:30 തൊട്ട് 2:30 വരെ വീണ്ടും വരും. അങ്ങനെ കറങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ 6 തൊട്ട് 7:30 വരെ ആകുമ്പോൾ ഈ ചന്ദ്രൻ വരും. തിങ്കളാഴ്ച വരുമ്പോൾ 24 മണിക്കൂർ. സാറ് എഴുതി നോക്കിയോ, എഴുതി കൂട്ടി നോക്കിയോ? എങ്ങനെ കൂട്ടിയാലും വരും. 6:30 ഉദയം വെച്ചിട്ട് കൂട്ടി നോക്കിയാൽ ചന്ദ്രൻ കഴിഞ്ഞ അടുത്ത ഗ്രഹം ചന്ദൻ മന്ദൻ ശനി. ആദ്യത്തെ 1 മണിക്കൂർ ചന്ദ്രൻ, പിന്നെ അങ്ങനെ വന്നു. ഈ ഓർഡർ മാറ്റാൻ പറ്റില്ല, ആ ഓർഡറിലേ വരും. കുജൻ വരും കറക്റ്റായിട്ട് കുജൻ വരും. ഒന്ന് കൂട്ടി നോക്കിക്കോ. അല്ല, നമ്മൾ കാര്യം ചെയ്യും, ഞായറാഴ്ച രാവിലെ 6:30 കുതിക്കുന്നു, തിങ്കളാഴ്ച ഓട്ടോമാറ്റിക്കായിട്ട് നാളെ വരുമെന്ന് വീട്ടിൽ പോയിരുന്ന് കൂട്ടി നോക്കും. അതായത് 4ാമത്തെ വരും. അതായത് കണ്ട, ഞായറാഴ്ച വന്നാൽ പിറ്റേ ദിവസം 1 2 3 4ാമത്തെ വരും. ചന്ദ്രൻ വന്നാൽ 1 2 3 4ാമത്തെ വന്നു. ഇനി ഇത് വന്നല്ലോ കുജൻ വന്നാല 1 2 3 4ാമത്തെ വരും. അതേ വരുള്ളൂ. ബുധന്റെ കാലം വരാം. ഫസ്റ്റ് കാലഹോര നമ്മൾ ഇത് മുഹൂർത്തം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുഹൂർത്തം കിട്ടുന്നുണ്ടോ നോക്കി വീഡിയോ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ വിഭജിച്ച് വെച്ചേക്കുക. അല്ലല്ല, ഒരേ ഓർഡറല്ല, വ്യത്യാസം ഇങ്ങനെ പോയേക്കണം. പക്ഷേ അർക്ക ശുക്ര ബുധ ചന്ദ്ര മന്ദ ജീവ ധരാസുത ഇതിൽ പ്ലാനറ്ററി പൊസിഷനാണ് ശരിക്കും. അതായത് ഒരു ഏറ്റവും അകലത്തിലുള്ളത് അങ്ങനെ വെച്ചിട്ട് അതാ ഞാൻ ഒരു ദിവസം വരച്ച് കാണിച്ചു തരാം എങ്ങനെ ഇങ്ങനെ വരുന്നതെന്ന്. അതായത് ഈ ചിലത് ഇന്നർ പ്ലാനറ്റാ. അത് ശുക്രൻ ബുധൻ ചന്ദ്രനേക്ക് ശുക്രന്റെ ബുധനും എപ്പോഴും സൂര്യന്റെ അടുത്തായിരിക്കും. ആ ഓർഡറിലാണ് ഇത് വന്നത്. ഇന്നർ പ്ലാനറ്റ് ആണ്, ഇത് ഔട്ടർ പ്ലാനറ്റ്. മനസ്സിലായോ? അതായത് ഈ ഇപ്പം രവി ഇവിടെ നിൽക്കുകയെന്ന് വിചാരിച്ചോ, ഭൂമി ഇവിടെയാണെന്ന് വിചാരിച്ചോ, ചിലത് ഇന്നർ പ്ലാനറ്റാ. അതായത് ബുധനെയും ശുക്രനെയൊക്കെ ചന്ദ്രനെയും ഇന്നർ പ്ലാനറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇവിടെ വന്നേക്കുന്നത്. ഇത് ഔട്ടർ പ്ലാനറ്റാ. അതായത് ഈ അത് തന്നെ ഈ ശനിയും വ്യാഴമൊക്കെ കുജനും ഇത് ഔട്ടർ പ്ലാനറ്റാ. ശനി ഏറ്റവും അകലത്ത്, ഗുരു അത് ചൊവ്വ ഇത്. ഈ റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് അറിയില്ല, ഞാൻ വരയ്ക്കാം. ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇത് ഇന്നർ പ്ലാനറ്റ് ഔട്ടർ പ്ലാനറ്റും ആണ്. അതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരും മന്ദൻ ഗുരു കുജൻ, ഇത് രവി, പിന്നെ ഇത് ശുക്രൻ, ഇത് ബുധൻ ചന്ദ്രൻ. ഇതാണ് നമ്മുടെ ഭൂമി എന്ന് പറയണേ. ഇതിലൊരു കൺഫ്യൂഷൻ വരാമെന്ന് ചിലർ പറയും, രവിയുടെ അടുത്തല്ലേ ബുധൻ, രവിയുടെ അടുത്ത് ശുക്രനെയാണല്ലോ നമ്മൾ കാണിച്ചേക്കണേ എന്ന് പറഞ്ഞൊരു തർക്കം വരാറുണ്ട്. പക്ഷേ ഇവരുടെ ഒരു എലിപ്റ്റിക്കൽ ഫോം ഇല്ലേ, റൊട്ടേഷൻ ഫോം ഇല്ലേ, ഈ റൊട്ടേഷൻ ഫോമിൽ ഈ ശുക്രനെയും ബുധനെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ആരുടെ പുറത്തു കൂടി പോകുന്നു. അത് മാത്രമല്ല ചില സമയത്ത് ശുക്രന്റെ ഭ്രമണപഥം ബുധന്റെ ഭ്രമണപഥത്തിന് ഭേദിച്ച് പുറത്തോട്ട് വരാറുമുണ്ട്. അപ്പോൾ അതിനിയും സയന്റിഫിക്കലി കുറെ പോകുമ്പം പ്രൂവൺ ആവേണ്ട ഒരു ഫാക്റ്റാണ് ഈ സംഭവം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള ഇത് എന്താ പറയുക അലൈൻ ചെയ്തേക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, ഏതകത്ത് ഇതാ അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു രാശിയിൽ പോയിന്റ് കൊടുത്തല്ലോ നമ്മൾ. ഇപ്പൊ സൂര്യാഷ്ടകവർഗം എടുത്തു.
സൂര്യാഷ്ടവർഗം കൊടുത്തപ്പോൾ സൂര്യൻ ഈ രാശിയിൽ ഒരു പോയിന്റ് കൊടുത്തു, സൂര്യന്റെ പോയിന്റ്. കുജൻ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു എന്ന് പറഞ്ഞ് കുജന്റെ പേര് എഴുതി. ശുക്രന് ഒരു പോയിന്റ് കൊടുത്തു പറഞ്ഞാൽ ശുക്രന്റെ പേര് എഴുതി. ഇത് ഈ 30 ഡിഗ്രിയിലും അല്ലല്ലോ ശരിക്കും. ഇതിനെ നമ്മൾ ഇതിനെ 8ആയിട്ട് വിഭജിക്കുന്നുണ്ട്. 8ആയിട്ട് വിഭജിച്ചിട്ട് മന്ദൻ, ഗുരു, കുജൻ, രവി, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ, ലഗ്നം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് രവി കൊടുക്കുന്ന പോയിന്റ് രവിയുടെ ഡിഗ്രിയിൽ എഴുതുന്നത്. ഓക്കെ, വിഭജനമാണ്. ഈ കുജൻ കൊടുക്കുന്നത് കുജന്റെ പോയിന്റിനുള്ളിൽ എഴുതുന്നത്. ശുക്രൻ കൊടുത്ത പോയിന്റ് ശുക്രന്റെ പോയിന്റിനുള്ളിൽ എഴുതിയത്. അപ്പൊ ഇത് 3.25, ഇപ്പൊ രവിയാണ് ട്രാൻസിറ്റ് ചെയ്യണമെങ്കിൽ 3.25 ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് 30 ഡിഗ്രീന ഡിവൈഡ് ബൈ 8. അപ്പൊ 3.25 കിട്ടും. 3.25 ഡിഗ്രി കിട്ടും. സൂര്യൻ ഒരു ദിവസം കൊണ്ട് 1 ഡിഗ്രിയാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 ദിവസം എന്ന് പറഞ്ഞു. 3.25 ദിവസത്തിന് ഞാൻ 4 ദിവസം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ 4 ദിവസം സൂര്യൻ പോകുന്നത് മന്ദന്റെ പോയിന്റ് കൂടിയാണ്. അതായത് ഈ രാശി മേടൻ രാശി കൂടി, സാറിന്റെ മേടൻ രാശി കൂടി സൂര്യൻ ട്രാൻസിറ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ. ആദ്യത്തെ 4 ദിവസം ഇവിടെ പോകുന്നു, രണ്ടാമത്തെ 4 ദിവസം ഇവിടെ പോകുന്നു, മൂന്നാമത്തെ 4 ദിവസം ആണ് ഇവിടെ പോകുന്നത്. ഇവിടെ പോകുമ്പോൾ ബെനിഫിറ്റ് ഉണ്ടാവും. എന്തുകൊണ്ട്? അവിടെ കുജൻ സപ്പോർട്ടീവാണ്, പോസിറ്റീവാണ്. ഇതൊക്കെ നെഗറ്റീവാ. പോയിന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നെഗറ്റീവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ രവി വീണ്ടും സപ്പോർട്ടായി, ഇവിടെ ശുക്രൻ സപ്പോർട്ടായി. അപ്പൊ ഈ 12 ദിവസവും ഇദ്ദേഹത്തിന് ഫേവറബിളാ. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ആ ശുക്രൻ പോകുമ്പോൾ ഭാര്യയുടെ സപ്പോർട്ട് 7ാം ഭാവത്തിൽ. ഓ അങ്ങനെ. ഇപ്പൊ നമ്മളിത് എടുത്തത് ആരുടെ അഷ്ടവർഗ? സാറ് ശുക്രനെ നോക്കണമെങ്കിൽ ശുക്രന്റെ അഷ്ടവർഗം എടുത്ത് നോക്കണം. സൂര്യൻ ഇതുവഴി ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ സൂര്യനും ശുക്രനുമായിട്ട് അലൈൻ ചെയ്യുന്ന കാരകത്തുള്ള കാര്യങ്ങൾ ബെനിഫിറ്റ് ആയിട്ട് വരും. പക്ഷെ ഇത് ഫസ്റ്റ് രാശി കൂടെ സൂര്യൻ പോകുമ്പോൾ സെക്കൻഡ് രാശി കൂടി പോകുമ്പോ വീണ്ടും മാറിയല്ലോ. ഇവിടെ ആരൊക്കെ പോയിന്റ് തന്നേക്കണേ? രവിയും ചന്ദ്രനും മന്ദനോട് പോയിന്റ് തന്നേക്കണേ. ഈ കുജൻ ഇവിടെ പോയിന്റ് തന്നിട്ടില്ല. അപ്പൊ ഇവരെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഡിഗ്രികളിൽ മാത്രമേ രവി പോകുമ്പോ ഗുണം കിട്ടുള്ളൂ. അല്ല, ഓരോ മാസം ഓരോ രാശി കൂടിയാണല്ലോ സൂര്യൻ പോകുന്നത്. സൂര്യൻ 30 ദിവസമാണല്ലോ. ശനിയാണെങ്കിൽ മാറി, ശനി 7.5 കൊല്ലം അല്ലേ? അപ്പൊ ശനിയുടെ അഷ്ടവർഗം നമ്മൾ ഇതേപോലെ എടുക്കും. അല്ലെ, 7.5 ശനി ബാധിക്കുമല്ലോ മനുഷ്യനെ. അതാ ഞാൻ പറയാം. 7.5 ശനി ഉണ്ടല്ലോ, 2.5 വർഷം വെച്ച് 3 പ്രാവശ്യം 7.5 ശനി. അപ്പൊ 7.5 ശനി അതാണ് ചിലർക്ക് അധികം ഇൻഫ്ലുവൻസ് ചെയ്യാത്തത്. 7.5 ശനി വരുമ്പോൾ ചിലപ്പോൾ ആ ശനിയുടെ അഷ്ടവർഗത്തിൽ അവിടെ പോയിന്റ് കൂടുതലായിരിക്കാം. അതെ, സൂര്യൻ ആയതുകൊണ്ടാണ് 4 ദിവസം കിട്ടിയത്. ചന്ദ്രനാണെങ്കിൽ 6 മണിക്കൂറേ കിട്ടുള്ളൂ. പെട്ടെന്ന് ചന്ദ്രൻ തീരുമല്ലോ. ചന്ദ്രൻ 2.25 ദിവസമല്ലേ ഒരു രാശിയിൽ നിൽക്കുള്ളൂ. സൂര്യൻ 30 ദിവസം നിൽക്കൂല. അതായത് സൂര്യനാണെങ്കിൽ 3.8 ദിവസം. ഓക്കെ, ചന്ദ്രനാണെങ്കിൽ 6 മണിക്കൂർ. ചൊവ്വയാണെങ്കിൽ 7.1 ദിവസം, അതായത് 7 ദിവസം. ബുധനാണെങ്കിൽ 22 മണിക്കൂർ. ഗുരു ആണെങ്കിൽ 45 ദിവസം. ശുക്രനാണെങ്കിൽ 2.3 ദിവസം. ശനിയാണെങ്കിൽ 112 ദിവസം. ഒരു ഇതില് ഒരു കക്ഷിയല് ഓക്കെ, അങ്ങനെയാണ് വിഭജിച്ചു കൊടുത്തേക്കണേ. അത് ഞാൻ പറയാം, എഴുതിയെടുക്കാം നമുക്ക്. എല്ലാ രാശിയിലും ഉണ്ട് ഇത് കക്ഷികൾ. അല്ല, രണ്ടാമത്തെ രാശി ഇപ്പൊ ഇദ്ദേഹത്തിന് സാറിന് എടുക്കാന്ന് വിചാരിച്ചോ? ഇതാണ് രണ്ടാമത്തെ രാശി ഉദ്ദേശിച്ചത്. ഇതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മള് പോയിന്റ് കൊടുക്കാൻ നേരത്ത് ഇത് സ്റ്റാൻഡേർഡാ. ഇതിന് മാറ്റമൊന്നുമില്ല. എല്ലാ കക്ഷിയിലും സ്റ്റാൻഡേർഡാണ് ഇത്. 8 ഇത് പഞ്ചാംഗത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പഞ്ചാംഗത്തിൽ ഉണ്ടാവില്ല. അപ്പം ഇപ്പൊ ഞാൻ പറയട്ടെ, സാറിന് ഇപ്പൊ ഇവിടെ 7 പോയിന്റ് കിട്ടി. അതാണ് പ്ലാനറ്ററി പൊസിഷൻ. ഞാനിപ്പോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. പ്ലാനറ്ററി പൊസിഷൻസ് വെച്ചിട്ടാണ് പറയാം കേട്ടോ. എല്ലാ രാശിക്കും ഒന്ന് തന്നെ. അതായത് ലഗ്നത്തിൽ നിന്നുള്ള ദൂരം, ഗ്രഹങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ദൂരം വെച്ചിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തത്.
ഇപ്പൊ ഈ ഇതുണ്ട് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂര്യന്റെ ഭിന്നാഷ്ടകർ 7ആണ്. ഇത് മൊത്തത്തിലൊരു ബെനിഫിഷ്യറി പോയിന്റ് ആണ് സാറിന്, ആണല്ലോ. എന്നാൽ ഇത് ഇവിടെ ഏതോ ഒരാള് സാറിന് പോയിന്റ് കൊടുത്തിട്ടില്ല അല്ലേ? രവി കൊടുത്ത്, ചന്ദ്രൻ കൊടുത്ത്, കുജൻ കൊടുത്ത്, ബുധൻ കൊടുത്ത്, ഗുരു, ശുക്രൻ. ആരാ സാറിന് പോയിന്റ് കൊടുക്കായിരുന്നു? മന്ദൻ സാറിന് പോയിന്റ് കൊടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം സൂര്യൻ ഈ രാശിയിൽ കൂടി പോകുമ്പോ മന്ദൻ റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യത്തെ 4 ദിവസം സാറിന് പോസിറ്റീവ് ആയിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നുവെച്ചാൽ ഭയങ്കര നെഗറ്റീവ് വരും എന്നല്ല പറയണത്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഗുണം 7 പോയിന്റ് കിട്ടിയതിന്റെ ഗുണം ആദ്യത്തെ 4 ദിവസം കിട്ടണമെന്നില്ല. ആ രാശി പൊതുവിൽ ഗുണമാണ്, ഏറ്റവും നല്ലതാണ്. പക്ഷേ എങ്കിലും ആദ്യത്തെ 4 ദിവസം നല്ല ഫലം ഉണ്ടാവില്ല. ന്യൂട്രലായിട്ട് പോകും, വലിയ ബെനിഫിഷ്യറി ആയിട്ട് പോകില്ല. 7 പേരില്ലേ, 8 7 പേരെ കിട്ടിയില്ലേ, അപ്പൊ ഏറ്റവും നല്ലതല്ലേ? ഏറ്റവും നല്ലതാണ്. സാർ കഴിഞ്ഞ ആഴ്ച നമ്മള് ട്രാൻസിറ്റ് എടുത്തില്ലേ? അപ്പൊ അതിനും ഇങ്ങനെ ട്രാൻസിറ്റ് വ്യാഴത്തിനും നമ്മൾ അങ്ങനെ എടുക്കാം. ഇപ്പൊ പറഞ്ഞ മുഴുവൻ ട്രാൻസിന്റെ കാര്യം പറഞ്ഞു. അതാണ് ഗ്രഹം മൂവ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഗ്രഹം ഇതിൽ കൂടി മൂവ് ചെയ്യണം. ഇതേപോലെ തന്നെ ഒരു ജാതകം പരിശോധിക്കുമല്ലോ. ഇപ്പൊ ജാതകം പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ രവി ഇവിടെയല്ലേ നിൽക്കണേ? രവി ഏത് ഡിഗ്രിയിലാന്ന് നോക്കുക. ഓക്കെ, രവി ഏത് ഡിഗ്രിയിലാണ്, ഈ കൂട്ടത്തിൽ ആരുടെ ഡിഗ്രിയിലാണെന്ന് നോക്കുക. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ കൂട്ടത്തിൽ പോയിന്റ് നൽകുന്നത്, ഇതിപ്പോ ഇവിടെ എല്ലാവരും പോയിന്റിൽ നിന്നു. ഈ രവി നൽകുന്നത് മന്ദന്റെ ആദ്യത്തെ 4 ഡിഗ്രിക്കുള്ളിൽ അല്ലെങ്കിൽ അത് വളരെ ബെനിഫിഷ്യറി. ജാതകത്തിൽ ഗ്രഹം നിൽക്കുന്നത് നമുക്ക് പറയാം. സൂര്യസ്ഫുടം നോക്കിയിട്ട് എവിടെയാണോ സൂര്യന്റെ സ്ഫുടം ഉള്ളത് അവിടെ ഏതെങ്കിലും പ്ലാനറ്റ് അതിന്റെ കക്ഷിയിൽ പോയിന്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ബെനിഫിറ്റ് ആണ്, അദ്ദേഹത്തിന് ബെനിഫിറ്റ് ആണ്. അതെല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എല്ലാ ഭിന്നാഷ്ടകവർഗത്തിലും അതാത് ഗ്രഹം എവിടെയാണ് നിൽക്കുന്നത് ആ നിൽക്കുന്ന പോയിന്റിൽ ബലം കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എങ്ങനെ മനസ്സിലായി? ലക്നോ ലാസ്റ്റ്. പോയിന്റ് തരാത്തത് സൂര്യനാന്ന് പറഞ്ഞു, അല്ല ശനിയാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു പക്ഷേ ഇവിടെ ശനിക്ക് പകരം ലക്നോ ആണ് പോയിന്റ് തരുന്നത്. ലക്നത്തിന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെ പറയും, ഒരു ഗ്രഹം എന്നുള്ള രീതി അല്ലാണ്ട് എങ്ങനെ സൂര്യൻ ലഗ്നത്തിന്റെ മുകളിലാണെങ്കിലോ? ഇപ്പൊ ഈ 7-ാത്ത് ലഗ്നം ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചു, 7 പോയിന്റ് ലാ എന്നുള്ള പോയിന്റ് അവിടെ കിട്ടിയില്ലെന്ന് വെച്ചു. അതായത് ലഗ്നം ഒരു പോയിന്റും ഇദ്ദേഹത്തിന് നൽകുന്നില്ല. ആ രാശിയിൽ തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ അപ്പൊ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗുണങ്ങൾ കിട്ടില്ല. ലഗ്നം എന്താ ഒരാളുടെ പേഴ്സണാലിറ്റിയാണ്, ഒരാളുടെ ക്യാരക്ടറാണ്. സൂര്യൻ കന്നിയിൽ 10 ഡിഗ്രിയാണ് നിൽക്കുന്നത്. 10 ഡിഗ്രിയാണ് കന്നിയിൽ 10 ഡിഗ്രിയാണ് നിൽക്കുന്നത്. അപ്പൊ എത്രയും കുജന്റെ പോയിന്റിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെയാണ് സാറിന്റെ സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ കുജൻ സാറിന് ജാതകം എടുത്ത അവിടെ അതിനകത്ത് അപ്പൊ 10 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഇവിടെ കുജൻ പോയിന്റ് കൊടുത്തിട്ടുണ്ട് സാർ. 10:57 കണക്ക് കൂട്ടാം. ഞാൻ കന്നിമാസം 11-ാം തീയതി ജനിച്ചത്. അപ്പോൾ 10:57 കറക്റ്റായില്ല, അതും കറക്റ്റ് 30 ദിവസമല്ലേ ഉള്ളൂ. 10:57 ഞാൻ കന്നിമാസം 11-ാം തീയതിയാണ് ജനിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് 10:57. സാറിന്റെ അച്ഛനൊരു പവർഫുൾ പേഴ്സണാലിറ്റി ആയിരിക്കണം അല്ലേ? ഭയങ്കര പവർഫുള്ളാണ്. കാര്യം സൂര്യൻ നിൽക്കുന്ന രാശി ഫുൾ പവറിലാണ് നിൽക്കണേ, ഫുൾ ബലത്തിലാണ് നിൽക്കണം. സൂര്യൻ വളരെ അറിയപ്പെടുന്ന ആരും അനുസരിക്കും. അവിടെ നിൽക്കുന്നതേ ഉള്ളൂ, ആരും അനുസരിക്കും. നീ ആരാണെന്ന് തിരിച്ചു ചോദിക്കില്ല, കണ്ടാൽ തന്നെ പിടിച്ചു. ഓക്കെ, നേരത്തെ പറഞ്ഞ ഒരു കക്ഷിയിൽ ഒരു ഗ്രഹത്തിന് എത്ര സമയം? അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ രവി 3.8 ദിവസം എഴുതിയെടുക്കുന്നത് നല്ലതാണ്. സൂര്യൻ ഒരു കക്ഷിയിൽ നിൽക്കുന്ന സമയം 3.8 ദിവസം. നമ്മളെ ബുക്ക് വരണം, ബുക്ക് ഇറങ്ങണം. ബുക്ക് എഴുതിയിട്ടുണ്ട്. ചന്ദ്രൻ 6.8 മണിക്കൂർ, 7 മണിക്കൂർ എടുക്കാം. 3.8 ഡേയ്സ്, 3.25 ദിവസം. 7 അവർ കൊടുത്തു. ചൊവ്വ 7 ദിവസം. ബുധൻ 22 മണിക്കൂർ.
ഒരു സംശയം കൂടി ചോദിക്കട്ടെ ഇവരോട് ഒരു ചോദ്യം ചോദിക്കാം. ഇവരോട് എഴുതിയെടുത്തോ? പറയട്ടെ. ഈ ആൾ എപ്പോഴാണ് ജനിച്ചത്? രാവിലെയാണോ രാത്രിയാണോ പകലാണോ ഉച്ചയ്ക്കാണോ ഒരു വെളുപ്പിലാണോ? പറയുന്നില്ല, അത് ഞാൻ പറയണം. പറയില്ല. സൂര്യൻ നിൽക്കുന്ന രാശിയുടെ കൂടെ ലഗ്നം നിൽക്കുകയാണെങ്കിൽ രാവിലെ, സൂര്യൻ നിൽക്കുന്ന രാശിയുടെ 8ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇയാൾ അസ്തമയത്തിന് ശേഷമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ ഗുരു പറഞ്ഞു 45 ദിവസം. ആ, ഗുരു 45. 7ാമത്തെ ശുക്രൻ രാശി അസ്തമയ രാശി. 2.3 ദിവസം. ഒന്നുകൂടി പറഞ്ഞു. 2 ദിവസം എഴുതിയാൽ മതി. ശുക്രൻ 2 ദിവസം. ദിവസം ആ 2 ദിവസം. 2 ദിവസം എന്നാ പറഞ്ഞേക്കണേ. 45 ദിവസം. 45 ദിവസം. ശുക്രൻ 2 ദിവസം. ശനി 112 ദിവസം. ശരിക്കും 30 ദിവസമാണ് വേണ്ടത്. അറിയില്ല എന്താണ് അങ്ങനെ. ശരിക്കും 30 ദിവസം കൊണ്ടാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത്. അല്ല സാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വ്യാഴം അതിചാരിയൊക്കെ ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഏതാണ്? വ്യാഴം ആരുടെ കക്ഷിയിലാന്ന് നോക്കും. ട്രാൻസിറ്റിൽ നോക്കണമല്ലോ. ട്രാൻസിറ്റിൽ പ്ലാനറ്റ് എവിടെ നിൽക്കണമെന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ട്രാൻസിറ്റ് ഇപ്പം എവിടെയാണ് വ്യാഴം നിൽക്കുന്നത് നോക്കുക. അത് ആരുടെ കക്ഷിയിലാണ് നിൽക്കുന്നത് നോക്കുക, ആരുടെ രാശിയിലാണ് നിൽക്കുന്നത് നോക്കുക. മിനിമം നമ്മൾ ആരുടെ നക്ഷത്രത്തിൽ നിൽക്കുമെന്ന് നോക്കിയാൽ മതി. ഇപ്പം വ്യാഴം നിൽക്കുന്നത് മിഥുന രാശിയിലാണ്. അപ്പം മിഥുനത്തിൽ ഏതൊക്കെ നക്ഷത്രങ്ങളുണ്ട്? മകീരം, തിരുവാതിര, പുണർദം. ഇപ്പോൾ പുണർദത്തിൽ വരുമ്പം വ്യാഴത്തിൻ്റെ സ്വന്തം ഇതാണ്. അപ്പോൾ കുറച്ചുകൂടി ബലം കൂടുതലായിരിക്കും. തിരുവാതിര രാഹു, പിന്നെ മറ്റേ ചൊവ്വ. അപ്പോൾ ചൊവ്വയിൽ കുഴപ്പമില്ല, വ്യാഴത്തിനും കുഴപ്പമില്ല, മറ്റേത് അത്ര നല്ലതല്ല, രാഹുവിന് നല്ലതല്ല. അങ്ങനെ നോക്കാം. മനസ്സിലായോ? ഇല്ല. അപ്പം വ്യാഴം നിൽക്കുന്നത് മിഥുന രാശിയിൽ. അപ്പോൾ ഏത് നക്ഷത്രം, മിഥുനത്തിൽ വരുന്ന ഏതൊക്കെ നക്ഷത്രമുണ്ട്? മകീരം, തിരുവാതിര, പുണർദം, മുക്കാല്. മകീരം അര, തിരുവാതിര മുഴുവനും, പുണർദം മുക്കാല്. അപ്പോൾ പുണർദത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വ്യാഴത്തിൻ്റെ അല്ലേ, പുണർദത്തിൻ്റെ അധിപൻ വ്യാഴമല്ലേ. തിരുവാതിര രാഹു അല്ലേ. തിരുവാതിര നാളിൽ ജനിക്കുന്ന ആൾ ആദ്യം ജനിക്കുന്ന രാഹു ദശയിലായിരിക്കും. മകീരത്തിൽ ജനിക്കുന്ന ആൾ ചൊവ്വ ദശയിലായിരിക്കും ജനിക്കുന്നത്. മറ്റേ പുണർദമാണെങ്കിൽ വ്യാഴദശയിലായിരിക്കും ജനിക്കുന്നത്. ഗർഭശിഷ്ടദശ എന്ന്. നമ്മൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ തീരില്ല. അത് മാത്രം വായിച്ചാൽ മതി. ചോപ്പ് മാത്രം വായിച്ചാൽ മതി. കുജന്റെ അഷ്ടകം കൂടി എഴുതാം കേട്ടോ. അപ്പോൾ ഇത് ഒരു പ്ലാനറ്റിന്റെ ദശ പ്രഡിക്റ്റ് ചെയ്യാനും ഇത് ഉപയോഗിക്കാമോ? ദശ പ്രഡിക്റ്റ് ചെയ്യാനല്ല, ദശാകാലത്തുള്ള ഫലം പ്രഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ദശാകാലത്തുള്ള ഫലം ഒരു ദശാകാലത്ത് ഇയാൾക്ക് എങ്ങനെ ഫലം ലഭിക്കും എന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ. ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അവിടെ ഒന്നുമില്ല. ഒന്നുമില്ലല്ലോ. അപ്പം നമുക്കിനി കുജൻ്റെ ഒന്ന് നോക്കാം. കുജൻ്റെ എങ്ങനെയാ പറയുന്നത്? കുജൻ്റെ 1, 2 കണ്ടാ, കുജന് ആകെ 39 പോയിന്റേ ഉള്ളൂ. കുജന് 39 പോയിന്റ് ടോട്ടൽ 39 പോയിന്റ് പോസിറ്റീവ് ആയിട്ടുള്ള. സൂര്യന് 48 ഓക്കെ. കുജാഷ്ടവർഗത്തില് സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ 3, 5, 6, 10, 11. 3 കുജൻ പോയിന്റ് കൊടുത്തു, 5 കൊടുത്തു, 6 കൊടുത്തു, 7, 8, 9, 10 കൊടുത്തു. 3, 5, 6, 10, 11 കൊടുത്തു. സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ കേട്ടോ. കുജൻ നിൽക്കുന്ന രാശി മുതൽ. സോറി മൊത്തം മാറി, തെറ്റി മാറിപ്പോയി. കുജൻ നിൽക്കുന്ന രാശി തെറ്റിപ്പോയി, തെറ്റി. അല്ലല്ല, കുജാഷ്ട വർഗ്ഗമാണ് നമ്മൾ എടുക്കുന്നത്.
കുജാഷ്ടവർഗം പേജ് നമ്പർ 63. ആ അത് ശരിയല്ല സാറേ. കുജാഷ്ടവർഗം സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ 3, 5, 6, 10, 11 ശരിയാണ്. പിന്നെന്താ പറ്റി പെട്ടെന്ന് ഇതായി പോയതാ. കുജൻ നിൽക്കുന്ന രാശി ഏതാ? 7 ശരിയായിരുന്നു. കുജൻ നിൽക്കുന്ന ആ 7 ശരിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഇതായി പോയതാ. കുജന്റെ അഷ്ടവർഗം കാണുന്നത് ആദ്യം സൂര്യൻ എവിടെയൊക്കെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നു എന്നാണ് നോക്കണേ. സൂര്യൻ കേട്ടോ. ആർക്ക്? കുജന്. സൂര്യൻ നിൽക്കുന്നിടത്ത് 3 കൊടുക്കും, 5 കൊടുക്കും, 6 കൊടുക്കും, 10 കൊടുക്കും, 11 കൊടുക്കും. പിന്നെയോ ചന്ദ്രനോ? ചന്ദ്രൻ നിൽക്കുന്ന രാശി മുതൽ 3, 6, 11 1, 2, 3 3, 4, 5, 6, 7, 8, 9, 10, 11 ഇത്രയും സ്ഥലത്ത് ചന്ദ്രൻ കുജന് വേണ്ടി പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കൊടുത്തു. പിന്നെ കുജന് വേണ്ടി 1, 2, 4, 7, 8, 10, 11 1, 2, 4 തെറ്റല്ലോ. ഞാൻ സൂര്യനെ കുജെന്നും പറഞ്ഞ് എഴുതിയത്. അവിടെയാണ് തെറ്റ്. എല്ലാം തെറ്റിപ്പോയല്ലോ. അത് തെറ്റ്. നിങ്ങൾ ആരും എന്നെ തിരുത്തിയില്ലല്ലോ. അല്ല ആദ്യം തിരുത്തിയാ പിന്നെ പറഞ്ഞാൽ പിന്നെ എവിടെയൊക്കെയാ തെറ്റിയത്? ഇപ്പൊ ശരിയായോ? ഇതോ ശരിയാണോ? 3, 5, 6, 10, 11 3, 5, 6, 10, 11 രാ നൽകാം. പറയാം. ഞാനേ സൂര്യൻ കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് രാന്നല്ലേ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിത് കുജൻ കൂന്ന് മാർക്ക് ചെയ്തു. അതാ തെറ്റിപ്പോയി. മനസ്സിലായോ? സൂര്യൻ നിൽക്കുന്ന രാജ്യങ്ങൾ 3, 5, 6, 10, 11 6, 6, 7, 8, 10, 11 അതെ കുജനാണ് ഇൻഫ്ലുവൻസ് കൊടുക്കുന്നത് സൂര്യൻ. പക്ഷേ നമ്മളിപ്പോ കുജന്റെ അഷ്ടവർഗമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് സൂര്യൻ കുജന് വേണ്ടി എവിടേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു മാർക്ക് ചെയ്യണത് സൂര്യന്റെ പേര് കൊണ്ട് തന്നെയാണ്. അതായത് കുജൻ 12 സ്ഥലത്ത് കച്ചവടം തുടങ്ങി. അപ്പൊ സൂര്യനാണല്ലോ സഹായിക്കാൻ പോണത്. അപ്പൊ ഞാൻ എഴുതി തെറ്റിപ്പോയി. ഞാൻ രാന്ന് എഴുതേണ്ടതിന് പകരം സൂര്യൻ എഴുതേണ്ടതിന് പകരം ചൊവ്വാന്ന് എഴുതിപ്പോയി. ബാക്കിയെല്ലാം ഓക്കെയാണ്. ശരി. ചന്ദ്രൻ നിൽക്കുന്നതിൽ 3, 6, 11 അത് കറക്റ്റ് അല്ലേ? 3, 6 ശരി, അത് മാർക്ക് ചെയ്ത് കറക്റ്റ് ആണ്. കുജൻ നിൽക്കുന്ന രാശി മുതൽ 1, 2, 4, 5, 6, 7, 8, 10, 11 ഓക്കെ. ഇനിയോ ബുധൻ നിൽക്കുന്ന രാശി മുതൽ 3, 5, 6, 11 ബുധൻ 1, 2, 3 3, 5, 6 അല്ലേ? 6, 11 ഇനിയോ വ്യാഴം നിൽക്കുന്ന രാശി മുതൽ 6, 10, 11, 12 വ്യാഴം നിൽക്കുന്ന രാശി മുതൽ 1, 2, 3, 4, 5, 6 6, 10, 11, 12 ശുക്രൻ നിൽക്കുന്ന രാശി മുതൽ 6, 8, 11, 12 അത് തന്നെ 6, 8, 11, 12 6 ഇതല്ലേ? 6, 8, 11, 12 ശനി നിൽക്കുന്ന രാശി മുതൽ 1, 4, 4, 7, 8, 9, 10, 10 ലഗ്നം നിൽക്കുന്ന രാശി 1, 3, 6, 10 വരണം. 6, 7, 8, 9, 10, 10, 11 ഇതെന്ത് ആരുടെ അഷ്ടവർഗം ഇത്? കുജാഷ്ടവർഗം. കുജൻ എത്ര പോയ സൂര്യൻ നിൽക്കുന്ന രാശി മുതൽ ഈ പറഞ്ഞ സ്ഥലങ്ങളില് സ്ഥലങ്ങൾക്ക് പലതാണ്. സൂര്യനും കുജനെല്ലാം പലതാണ് രാശികൾ. അതെ. ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിക്കാവും. മനസ്സിലായില്ല? പോസിറ്റീവ് ഇൻഫ്ലുവൻസും നെഗറ്റീവ് ഇൻഫ്ലുവൻസും ഉണ്ട്. അത് ഇൻഫ്ലുവൻസിനെ മാത്രം വ്യാഖ്യാനിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സൂര്യൻ കൊണ്ട് തരുന്ന അനുകൂലമായിട്ടുള്ള ഫലങ്ങളെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്തിനൊക്കെ റെപ്രസെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്തിനൊക്കെ റെപ്രസെന്റ് ചെയ്യും?
സൂര്യൻ എന്തിനേക്ക് നമ്മളെ റെപ്രസെന്റ് ചെയ്യണേ? ശരീരാവയവം വെച്ചാണെങ്കിൽ ശരീരാവയവം വെച്ച് റെപ്രസെന്റ് ചെയ്യുമല്ലോ, ചെയ്യും. പിന്നെയോ ശരീരാവയവം വെച്ച് തലേനെ റെപ്രസെന്റ് ചെയ്യും സൂര്യൻ, ചെയ്യില്ലേ? കാഴ്ചനെ റെപ്രസെന്റ് ചെയ്യില്ലേ സൂര്യൻ? അച്ഛനെ റെപ്രസെന്റ് ചെയ്യില്ലേ? അധികാര സ്ഥാനങ്ങളെ റെപ്രസെന്റ് ചെയ്യില്ലേ? പേര്, പ്രശസ്തി, നമ്മുടെ ഇമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യില്ലേ? നമ്മുടെ അസ്ഥികളെ റെപ്രസെന്റ് ചെയ്യോ? റെപ്രസെന്റ് ചെയ്യില്ലേ? ഇതിനൊക്കെ അനുകൂലമായിരിക്കും എന്ത്? സൂര്യൻ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ, അവിടെ മാർക്ക് വരുന്നുണ്ടെങ്കിൽ സൂര്യൻ പോയിന്റ് കൂടുന്നതിനനുസരിച്ച് മെച്ചം വരും. പോയിന്റ് കുറഞ്ഞാൽ ഇല്ല. ഓക്കെ. അതായത് സാറ് പറഞ്ഞത് അത് എന്തിനൊക്കെ വെച്ചിട്ടാ പറയണേ? ഒന്ന് സൂര്യന്റെ കാരകത്വം, രണ്ട് സൂര്യൻ ഈ ഏത് ഭാവത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആ ഭാവം ഉണ്ടാവുമല്ലോ. ഇപ്പം 5-ാം ഭാവമായിരിക്കും. അപ്പം 5-ാം ഭാവമാണെങ്കിൽ 5-ാം പുത്രനായിരിക്കും. അപ്പൊ പുത്രന്റെ പേരും പ്രശസ്തി ആയിരിക്കും ചിലപ്പോൾ വർദ്ധിക്കുന്നത്. ചിലപ്പോൾ 9-ാം ഭാവമായിരിക്കും, അച്ഛന് കിട്ടുന്ന പ്രൊമോഷൻ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ. ചിലപ്പോൾ 7-ാം ഭാവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടുന്ന പ്രൊമോഷനോ പ്രശസ്തിയോ എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയും വരാം. അപ്പൊ ആ ഭാവം ഇൻഫ്ലുവൻസ് ചെയ്യും, ആ കാരകത്വം ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ. അതെ, പ്രിഡിക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാം കൂടി. ഇപ്പൊ ജനറൽ ആയിട്ട് പറയുന്നത് 8 ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് അയാളുടെ അഭിവൃദ്ധിയും സന്തോഷവും കൂടുന്ന. ഇപ്പൊ സാറിന് ഇവിടെ 7 കിട്ടി നമ്മൾ പറഞ്ഞില്ലേ? എല്ലാ ഗ്രഹങ്ങളും ഓരോ പോയിന്റ് കൊടുക്കണം. അങ്ങനെ എല്ലാ ഗ്രഹങ്ങളും ഒരു രാശിയിൽ പോയിന്റ് കൊടുത്തെങ്കിൽ സപ്പോർട്ട് ചെയ്തു. അതായത് എന്നെ ഇപ്പൊ ഞാനാണ് സൂര്യൻ, ഞാൻ ഇവിടെ നിൽക്കുന്നു, ബാക്കി എല്ലാ ഹോൾ ടീം മെമ്പേഴ്സിന്റെ സപ്പോർട്ട് എനിക്കുണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. കുറഞ്ഞ നെഗറ്റീവ് ആണ്. സാറേ ഈ 4-ൽ കുറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാവോ? എനിക്ക് 3 പോയിന്റ് കിട്ടിയുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ 3 പോസിറ്റീവ് പോയിന്റ് എനിക്കുള്ളൂ എന്നാണ് അർത്ഥം. അപ്പൊ നെഗറ്റീവ് പോയിന്റ് എനിക്ക് എത്ര ഉണ്ട്? 5 മനസ്സിലായ? അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. പറയാം, ട്രാൻസിറ്റിലും പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റേ നമ്മുടെ ജാതകം എടുത്തിട്ട് ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ സ്റ്റേഷനറി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, അനങ്ങാതെ നിൽക്കുകയാണല്ലോ. ആ നിൽക്കുന്ന പോയിന്റ് രാശി നമുക്കറിയാലോ. ആ രാശിയിൽ എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കി നമുക്കറിയാലോ. അപ്പൊ ആ ഗ്രഹത്തിന്റെ പവർ നമുക്ക് പറയാൻ പറ്റും. പറയാൻ പറ്റും. അല്ല, ഇത് മാത്രമായിട്ട് പറയുന്ന ആളുകളുണ്ട്, ഇതും കൂടി ഉൾപ്പെടുത്തി പറയുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തർ അവരവരുടെ ടെക്നിക്കാണ്. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതും വെച്ച് പറയാം. അല്ല, നമ്മുടെ ഈ ചാർട്ട് വെച്ച് പറയുമ്പോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, സാറ് പറഞ്ഞ അതല്ല. സാറ് പറഞ്ഞത് അല്ലാതെ തന്നെ നമുക്ക് ഗ്രഹം വെച്ചിട്ട് ഭാവവും ബലവും വെച്ച് പറയുന്നുണ്ടല്ലോ. അല്ലാതെ ഇപ്പൊ അഷ്ടകവർഗവും ഉണ്ട്. അപ്പം ഇതിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് പറയണമെന്ന് സാർ ചോദിച്ചത്. മിക്സ് ചെയ്ത് പറയാം. അത് ഓരോരുത്തരുടെ യുക്തിയാണ്, ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. ഇപ്പൊ എനിക്കിപ്പം ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നു. എനിക്ക് ഫലം പറയാൻ പറ്റുന്നില്ല. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രഹം പോസിറ്റീവ് ആണ്, പക്ഷെ നെഗറ്റീവ് സ്ഥലത്താണ് പോയി നിൽക്കുന്നത്. ആകെ കൺഫ്യൂഷൻ, പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് അഷ്ടകവർഗം വെച്ചും പറയാം. നമ്മൾ ഈ പോയിന്റിന്റെ കളി മാത്രം പഠിച്ചാൽ മതി. അവിടെ പോയിന്റ് കിട്ടുന്നുണ്ടോ, ഗ്രഹത്തിന് പോയിന്റ് ഉണ്ടോ, ഈ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നോക്കാം, അങ്ങനെ നോക്കി പറയാം. ഇല്ലില്ല, നന്നായിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഏത് മാർഗം ഉപയോഗിച്ചാലും കറക്റ്റ് പ്രഡിക്ഷനെ വരുള്ളൂ. അത് നിങ്ങൾ ഈ പറഞ്ഞ ജ്യോതിഷം ഉപയോഗിച്ചാലും അഷ്ടകവർഗം ഉപയോഗിച്ചാലും. കാര്യം അൾട്ടിമേറ്റ്ലി പ്രഡിക്ഷൻ നടക്കുന്നത് ഇത് ടൂളാണ് സാറേ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഈ സാധനങ്ങളും ടൂളാണ്. ഇത് മുഴുവൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ആളെയാണ്. മനസ്സിലായോ? ടൂളാണ്. ആ ടൂള് നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഒരു കത്തി ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് കത്തിയാണെങ്കിൽ ഉപയോഗിക്കുന്നത് കളിച്ചിട്ട് തന്നെയാണ്. കത്തി കൊണ്ട് കൊല്ലാനും പറ്റും, രക്ഷിക്കാനും പറ്റും. ടൂളാണ്. ഇതൊന്നും ഇല്ലാണ്ട് പറയാൻ പറ്റില്ലേ? സാറിന് അറിയാലോ. ഇത് പറഞ്ഞില്ലേ, ഹൗ ടു മാനേജ്. നമ്മുടെ കയ്യിൽ ഒരു ടൂൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യും. ആ മാനേജ് ചെയ്യാനുള്ള കഴിവുള്ള ആളായിരിക്കണം ജ്യോതിഷം. പോസിറ്റീവായിട്ട് കഴിഞ്ഞാൽ കൊല്ലാനും സർജറി ചെയ്യാനും കത്തി ഉപയോഗിക്കാം. അത് കൊല്ലാൻ പോകുന്ന ആളാണെങ്കിൽ അത് നമ്മളുടെ വ്യക്തിത്വം പോലെ. ഏതാണ് ആ രാശിയിൽ ബലം ഉണ്ടെങ്കിൽ പിന്നെ സർപ്പി ഒന്നും ചെയ്യാനില്ലല്ലോ. പോസിറ്റീവ് ആയിട്ടുള്ള ഫലം മാത്രമല്ലേ തരുള്ളൂ. അത്രേ ഉള്ളൂ. അഷ്ടകവർഗോ? ഉണ്ട്.
പിന്നെ ഈ പണിയൊന്നും വേണ്ട. ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതേമാതിരി പെറ്റൽ പഠിപ്പിക്കുന്നത്. ഞാൻ കാര്യം മനസ്സിലാക്കുക. സാറേ ഒരു ശരിക്കും നല്ല ഇൻഡ്യൂഷൻ കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ഒരു ജ്യോതിഷവും ഒരു കൈനോട്ടവും ഒന്നും വേണ്ട. ആള് വന്ന് ഇരിക്കുമ്പം ചുമ്മാ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പറയാൻ പറ്റും. ചുമ്മാ നോക്കിയിരുന്നിട്ട് ആളും വരണ്ട, വേണമെങ്കിൽ ആൾ എവിടുന്നെങ്കിലും വിളിച്ചാൽ പോലും പറയും. വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ആളെ മനസ്സിലാവും. പേഴ്സൺ അത് ബൈ എക്സ്പീരിയൻസ്. നമ്മളിത് പഠിക്കുകയും വേണം, ബൈ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവണം. അതാണ് ഓരോ ഗ്രഹങ്ങളും കൊടുക്കുന്ന പോയിന്റ് പോസിറ്റീവ് പോയിന്റ്സ് വ്യത്യാസമുണ്ട്. ശുക്രന്റെയോ കുജന്റെയോ നോക്കുമ്പോൾ ശുക്രൻ രവിയുടെ 48 പക്ഷെ കുജൻ 39. നമ്മൾ ആവറേജ് ആണ് നോക്കുമ്പോൾ കുജന്റെ കേസിൽ അതനുസരിച്ചിട്ട് ആവറേജും കുറയുന്നുണ്ട്. നേരത്തെ നമുക്ക് 7 വരുന്ന കേസിൽ ഇപ്പോൾ അത് പക്ഷേ 3, 2, 4 ഒക്കെ ആയിരുന്നു. ഇല്ല അതല്ലല്ല. എന്തായാലും പരമാവധി ഒരു രാശിയിൽ എത്ര പോയിന്റ് കൊടുക്കാൻ പറ്റും? 8 പോയിന്റ് അല്ലേ പരമാവധി രാശിയിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 4 എടുത്തത്. കുജൻ അവിടെ പോയിന്റ് നൽകുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ പരമാവധി കുജൻ നെഗറ്റീവ് പോയിന്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? 8 പോയിന്റ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, പോസിറ്റീവോ നെഗറ്റീവോ. അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാ. ശരിക്കും അനലൈസ് ചെയ്യുന്നത് പരാശരം പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് മാത്രമല്ല. അതായത് ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾക്ക് അവർ കൊടുക്കുന്നത് രേഖയും നെഗറ്റീവിന് ബിന്ദുവാണ് കൊടുക്കുന്നത്. സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ പോസിറ്റീവിന് ബിന്ദുവും നെഗറ്റീവിന് രേഖയും കൊടുക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി നോക്കിയിട്ടാണ് പരാശരനൊക്കെ റിസൾട്ട് പറയുന്നത്. അല്ലാതെ പോസിറ്റീവ് മാത്രം നോക്കിയിട്ടല്ല. നമ്മൾ എന്തുകൊണ്ട് പോസിറ്റീവ് മാത്രം നോക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. അവസാനം ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഈ എല്ലാം കൂടി ഇതിൽ മാർക്ക് ചെയ്താലേ, എല്ലാവരുടെയും കൂടി ഇതിൽ മാർക്ക് ചെയ്ത് ഏതാ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് എന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ പോസിറ്റീവ് മാത്രം മാർക്ക് ചെയ്ത് നമുക്കറിയാം. നെഗറ്റീവ് അത് പോയിന്റ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അവസ്ഥയെന്ന് അറിയാം. കക്ഷിയും കൂടി മാർക്ക് ചെയ്താൽ നമുക്കറിയാം ഏത് ഗ്രഹമാണ് പോസിറ്റീവ് റിസൾട്ട് തന്നെ, ഏത് ഗ്രഹമാണ് നെഗറ്റീവ് എന്നും പറയാം. 2 പോയിന്റ് ആണെങ്കിൽ 6 പേര് എതിരാണ്. 2 പോയിന്റേ ഉള്ളൂ. നേരത്തെ 4 പറഞ്ഞു. 4 ബിലോ കുറവാണെങ്കിൽ സൂര്യന്റെ അത്രയും പോസിറ്റീവ് അല്ല കുജനാണ്. സൂര്യൻ 48 കൊടുക്കുന്നുണ്ട്, 39. അതെ 39. നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതെ അത് ശരിയാണ്. ചന്ദ്രൻ 49 കൊടുക്കുന്നുണ്ട്, സൂര്യനെക്കാട്ട് 1 പോയിന്റ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് ശരിയാ പറഞ്ഞത്. ഇതുകൊണ്ടാണോ ക്രൂരഗ്രഹം എന്ന് വിളിക്കുന്നത്? ഏറ്റവും കുറവ് പോയിന്റ് കൊടുക്കുന്നതുകൊണ്ടാണോ? ഏറ്റവും കൂടുതൽ ക്രൂരഗ്രഹം അങ്ങനെ ഇത് നല്ല ഗ്രഹങ്ങൾ വ്യാഴം ശുക്രൻ നല്ല പോയിന്റ് കൊടുക്കുന്നു ആയിരിക്കാം. എല്ലാം ഇന്റർപ്രിട്ടേഷൻ വെച്ചിട്ട് തന്നെയാണ്. അല്ല, ഇപ്പോൾ വ്യാഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജാതകത്തിലെ വ്യാഴം അനുകൂലമാണ്, ദൈവാധീനം ഉണ്ടാവും അല്ലേ? വ്യാഴത്തിന് പോയിന്റ് കൂടുതല. ശുക്രൻ ഭൗതിക സുഖം കൂടുതൽ വേണമെങ്കിൽ ശുക്രന് ബലം വേണം. അപ്പം വ്യാഴത്തിനും ശുക്രനും ബലം കൂടുതലില്ല. ചൊവ്വയ്ക്ക് കുറവാണ്. ചൊവ്വയ്ക്ക് 39 ഉള്ളൂ. വ്യാഴത്തിന് എത്ര 56? എത്രയുള്ള 56? 54. അപ്പോൾ വ്യാഴവും ശുക്രനാണ് നമ്മുടെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. അത് കൂടുതൽ ഈ ലോകത്തിൽ ദൈവാധീനമുള്ളവരെവിടെ പോയാലും രക്ഷപ്പെടും. അതായത് ഭൗതിക സുഖം, എല്ലാ സുഖവും അനുഭവിക്കുക. ഇപ്പോൾ നമ്മളെ എന്താ ഇപ്പോൾ ഒരാൾ മരിച്ചില്ലേ, വെടിവെച്ച് മരിച്ചില്ലേ, എല്ലാ ഭൗതിക സുഖം ഫോക്കസ് സുഖമായി, എളുപ്പസുഖം എല്ലാം ഇനിയൊന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ല. എല്ലാ സുഖവും അനുഭവിക്കും. എല്ലാ സെക്കൻഡ് വെച്ച് പോവുകയും ചെയ്തു. അതൊരു ഭാഗ്യമല്ലേ? കിടന്ന് മരിക്കുന്നില്ലല്ലോ, ഒന്നുമില്ല. ഒരു സെക്കൻഡ്. ഇങ്ങനെയാണ് കുജന്റെ അഷ്ടവർഗം. അതൊന്ന് കൂട്ടി നോക്കിയാൽ ഒന്ന് കൂട്ടി നോക്കൂ. ഒന്ന് കൂട്ടി നോക്കാം. മുപ്പത്തിയൊമ്പതാണ് വേണ്ടത് മൊത്തം. സൂര്യൻ 5 ഇവിടെ എഴുതാം. സൂര്യൻ 5 മൊത്തം 39. ശരിയാണോ? കറക്റ്റാണ്. 39 പോയിന്റാണ് തരുന്നത്. ഓക്കെ. അപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് സൂര്യന് എത്രയാണ് 48 പോയിന്റ് ആണെന്ന് പറഞ്ഞു. ചന്ദ്രന് ഇങ്ങനെ കൊടുക്കാവുന്നത് 49 ഇപ്പം കുജന്റെ കേസ് വന്നപ്പോ എത്രയാണ്? 39. അങ്ങനെ എല്ലാവർക്കും കൊടുക്കാവുന്ന പോയിന്റുകളുണ്ട്. അതെല്ലാം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടും? 337 കിട്ടും. 37 കിട്ടും. ശരിക്കും 768 ഉണ്ട്. പക്ഷെ നമ്മളിവിടെ പോസിറ്റീവ് ആയിട്ടുള്ള മാർക്കിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് 337 അവസാനിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഏത് അത് നോക്കണ്ട. ഒരു രാശിയിൽ പരമാവധി പോയിന്റ് 8 ആണല്ലോ.
8 പോയിന്റ് കൊടുക്കുന്നുണ്ട്, ഒന്നെങ്കിൽ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട്. അത് ഡിവൈഡഡ് ബൈ 2, അതാണ് 4 എന്ന് പറയുന്നത്. അതല്ല ഉദ്ദേശിച്ചത്. എല്ലാ രാശിയിലും 4 പോയിന്റിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ അനുകൂല ഫലം ഉള്ളൂ. ഇതേ ചന്ദ്രനെ കൊണ്ടുള്ള ഫലം സാറിന് കുറവാ. സോറി, കുജനെ കൊണ്ടുള്ളത് ലഗ്നാധിപനാണ്. ലഗ്നാധിപൻ ജാതകത്തിലെ 12 വേദത്തില്, ലഗ്നാധിപൻ ജാതകത്തിലെ 12 പോയി നിൽക്കുന്നത്, വേദത്തിലേ പോകുന്നത്. അത് ദേവല്ലേ കൂടുതൽ. ലഗ്നാധിപനാണ് ഈ ജാതകത്തിന് ചൊവ്വ. അപ്പോൾ ചൊവ്വയ്ക്ക് ലഗ്നത്തിൽ തന്നെ വിലക്കുറവാണ് ഇല്ലേ? 3 ഉള്ളൂ. അപ്പോൾ അതിനടുത്ത് ആള് പോക്കാണെന്നല്ലേ. ആകെ ഇത്തിരി പോയിന്റുകൾ ഇവിടെ മാത്രമേ ഉള്ളൂ. ആകെ ഈ മാസമാണ്, കുംഭമാസമാണ് എന്താ രക്ഷപ്പെടുന്ന ഒരു മാസം. കുംഭവും മീനവും അതേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ചൊവ്വയുടെ ട്രാൻസിന് വേണ്ടി കുംഭവും മീനവും നല്ലതാണ്. ചൊവ്വ വരുന്ന സമയത്ത് നല്ലതാണ്. പിന്നെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയിൽ ലഗ്നാധിപന് ബലം ഉണ്ടല്ലോ. കാര്യം കുജൻ നിൽക്കുന്ന രാശിയിൽ കണ്ട 5 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് കുജൻ ഇവിടെ ബലമുണ്ട്. സാറിന് കുജനെ കൊണ്ടുള്ള ഗുണം കിട്ടണമെങ്കിൽ ഈ 2 മാസം തന്നെ, അല്ലാതെ വലിയ ഗുണമൊന്നുമില്ല. അപ്പൊ ഇതെന്താ? ഇത് കുജന്റെ ഭിന്നാഷ്ടകവർഗം. അപ്പൊ നമ്മൾ എന്ത് പിടിച്ച് എല്ലാ പ്ലാനറ്റിനും ഭിന്നാഷ്ടകവർഗം ഉണ്ട് അല്ലേ? അപ്പൊ മേടൻ രാശിയിൽ എല്ലാ പ്ലാനറ്റും പോയിന്റ് കൊടുക്കുന്നില്ലേ? ഓരോ അഷ്ടകവർഗത്തിലും ഓരോ ഭിന്നാഷ്ടകവർഗത്തിലും പോയിന്റ് ഉണ്ടല്ലോ. എല്ലാ ഭിന്നാഷ്ടകവർഗത്തിലും ഓരോ പോയിന്റ് കിട്ടുന്നുണ്ട്. ആ എല്ലാ പോയിന്റും കൂടി കൂട്ടിയാൽ ഒരു സംഖ്യ കിട്ടൂലേ? അതായത് സൂര്യൻ മേടൻ രാശിയിൽ എത്ര പോയിന്റ് കൊടുക്കുന്നു, ചന്ദ്രൻ എത്ര പോയിന്റ് കൊടുക്കുന്നു, ചൊവ്വ ബുധൻ എല്ലാവരും ഒരു സംഖ്യ കിട്ടുമല്ലോ. സംഖ്യ കിട്ടും. അങ്ങനെ എല്ലാ രാശിയിലും ഓരോരോ സംഖ്യ കിട്ടില്ലേ? അതിനെയാണ് സർവാഷ്ടക വർഗം എന്ന് പറയുന്നത്. സർവാഷ്ടക വർഗം. ടോട്ടൽ 337 പരമാവധി. അത് പറയാം. അത് പറയാം 337 ചിലപ്പോൾ തെറ്റിട്ടുണ്ടാവില്ല. അത് പ്രിന്റിന്റെ സമുദായ ഇഷ്ടവർഗത്തിലല്ലേ? ലഗ്നം എടുക്കൂലായിരിക്കും കേട്ടോ. ലഗ്നം എടുക്കണമെന്ന് തോന്നുന്നു. വരുള്ളൂ. ശരിയാ. ഇതില് മിസ്റ്റേക്ക് ആയിരിക്കാം. കാര്യം ലഗ്നത്തിന്റെ പോയിന്റ് കൂടി വന്നാലല്ലേ ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. പേജ് നമ്പർ 67 എടുക്കുക. 67 എടുക്കുക പേജ് നമ്പർ 28. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് 337 ഡിവൈഡഡ് ബൈ 12 നോക്കിയാൽ എത്ര കിട്ടുമെന്ന്. 337 ഡിവൈഡഡ് ബൈ 12. 337 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 28 കിട്ടും. അതായത് 337 പരമാവധി കിട്ടാവുന്ന പോയിന്റ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ, എല്ലാവരുടെ അഷ്ടവർഗം കൂടി കൂട്ടിയാൽ കിട്ടാവുന്ന പോയിന്റ്. അപ്പൊ അതാ പറയാൻ പോകുന്നത്. അത് സമുദായവർഗം ഇങ്ങനെ വന്നാലും 337 കിട്ടും. അതായത് ആ ടെക്സ്റ്റിൽ 67ാമത്തെ പേജ് കണ്ടില്ലേ? ആ പേജിൽ സമുദായ അഷ്ടകവർഗം എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ കാണിച്ചേക്കുന്നത് ഇപ്പം ആദ്യം മേടൻ രാശി കാണിച്ചിട്ടുണ്ട്. മേടൻ രാശിയുടെ റൈറ്റ് സൈഡിലായിട്ട് എഴുതിയേക്കുന്നത് ഓരോ ഭിന്നാഷ്ടക വർഗത്തിലും മേടൻ രാശിക്ക് കിട്ടിയ പോയിന്റുകളാണ്. ആര്? രവി കൊടുത്ത പോയിന്റ്, ചന്ദ്രൻ കൊടുത്ത പോയിന്റ്, കുജൻ കൊടുത്ത പോയിന്റ്, ബുധൻ കൊടുത്ത പോയിന്റ്, ഗുരു കൊടുത്ത പോയിന്റ്, ശുക്രൻ കൊടുത്ത പോയിന്റ്, മന്ദൻ കൊടുത്ത പോയിന്റ്. ലഗ്നം കൂടി വേണം അവിടെ. വേണ്ട സാറേ. ഓരോ ഗ്രഹങ്ങളിലും ഈ ലഗ്നം അതിനകത്ത് ചേർത്ത് ഈ ടോട്ടൽ സം മാത്രമേ നമ്മൾ ഇതെല്ലാം എഴുതുന്നുള്ളൂ. ഈ 3 എന്നുള്ള വാല്യൂ മാത്രമേ നമ്മൾ ഇവിടെ എഴുതുന്നുള്ളൂ. അപ്പോൾ അതിൽ ലഗ്നം കൊടുത്തത് ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഈ വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ. ശരിയാണ്. അല്ലല്ല, ലഗ്നം ഉണ്ട്. അതായത് മേടത്തില് കൊടുത്തേക്കണ പോയിന്റ് അത്. അതായത് മേടത്തില് ലഗ്നം കൂടി ചേർത്തിട്ടുള്ള പോയിന്റാണ്.
7 ഗ്രഹങ്ങളുടെ മാത്രമേ സർവാഷ്ടവർഗം എടുക്കുന്നുള്ളൂ. 7 മാത്രമേ എടുക്കൂ. പക്ഷേ കണക്കൂട്ട് എന്ന് പറയുന്നത് ലഗ്നം കൂടി എടുക്കും, എന്നാലേ അഷ്ടവർഗം ആവുള്ളൂ. എടുത്തിട്ടുണ്ട്. അതായത് ലഗ്നാഷ്ടവർഗത്തിലെ വാല്യൂ എടുക്കുന്നില്ല, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. 7 പേരുടെ ഭിന്നാഷ്ടവർഗം കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമല്ല ലഗ്നം എടുക്കുള്ളൂ. ആ ശരി, ശരിയാണ്. ഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, ലഗ്നം കൂടി ചേർന്നിട്ടാണ് കണക്കൂട്ടുന്നത്. പക്ഷേ സമുദായഷ്ടവർഗത്തിൽ ലഗ്നം കൊടുക്കുന്നില്ല, ലഗ്നം എടുക്കുന്നില്ല. അതായത് ഈ രാശികളിലുള്ള പോയിന്റുകൾ. അതെ അതെ, അതായത് നമ്മൾ എടുക്കുന്നത് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ലഗ്നം ഉൾപ്പെടെ എടുക്കുന്നു. പക്ഷെ നമ്മൾ ഭിന്നാഷ്ടവർഗം കാണുമ്പോൾ സൂര്യന്റെയും ചന്ദ്രന്റെയും ചൊവ്വയുടെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും ശനിയുടെയും ഈ 7 ഗ്രഹങ്ങളുടെ മാത്രമേ എന്തെടുക്കുന്നുള്ളൂ, ഭിന്നാഷ്ടവർഗം എടുക്കുന്നുള്ളൂ. കാര്യം ഈ 7 ഗ്രഹങ്ങളാണല്ലോ ട്രാൻസിറ്റ് ചെയ്യുന്നത്. ലഗ്നം പോണില്ലല്ലോ, അവിടെ തന്നെ നിൽക്കല്ലേ. ലഗ്നം മാറുന്നില്ല, ഈ 7 ഗ്രഹങ്ങളാണ് മാറുന്നത്. അപ്പൊ ഈ 7 ഗ്രഹങ്ങളുടെ മാത്രമാണ് ഭിന്നാഷ്ടകവർഗം എടുക്കുന്നത്. ഈ 7 ഗ്രഹങ്ങളുടെ ഭിന്നാഷ്ടകവർഗത്തിൽ എത്ര പോയിന്റ് കൊടുത്തു എന്ന് നോക്കുക. അതാണ് ഈ എഴുതിയേക്കുന്നത്. അതായത് സമുദായ അഷ്ടവർഗത്തിൽ ഇപ്പം രാശികൾ, മേടൻ രാശിയിൽ രവിയുടെ അഷ്ടകവർഗം എടുത്തപ്പം മേടൻ രാശിയിൽ 3 പോയിന്റ് കിട്ടി. ഓക്കെ, രവിയുടെ അഷ്ടകവർഗം എടുക്കുമ്പം ഇടവൻ രാശിയിൽ രവി നൽകിയ പോയിന്റ് 3. അങ്ങനെ മിഥുൻ രാശിയിൽ അതെ തന്നെ, മിഥുൻ രാശിയിൽ 5 പോയിന്റ് കൊടുത്തു, കർക്കിടകത്തിൽ 3 പോയിന്റ് കൊടുത്തു. അങ്ങനെ 12 രാശിയിലുമായിട്ട് രവി കൊടുത്ത പോയിന്റാണ് ഏറ്റവും താഴെ എഴുതിയേക്കുന്നത് 48 പോയിന്റ്. അത് കഴിഞ്ഞ് ചന്ദ്രൻ മേടം മുതൽ മീനം വരെ എല്ലാ രാശികളിലുമായിട്ട് കൊടുത്ത പോയിന്റ് താഴെ എഴുതിയിരിക്കുന്നത് കൂട്ടുമ്പോഴാണ് 49 കിട്ടുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് 48, 49, കുജം വരുമ്പോൾ 39 എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോ രാശിയിലും കൊടുത്ത പോയിന്റ് താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട്. മന്ദൻ കൊടുത്തത് അവസാനം മന്ദന് 39 പോയിന്റാണ് പരമാവധി കൊടുക്കാവുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ടോട്ടൽ ഭിന്നാഷ്ടവർഗത്തിന്റെ ആകെ തുകയാണ് 337. ഓക്കെ അല്ലേ? ആ, മേടൻ രാശിയിൽ ഇനി എത്ര പോയിന്റ് കിട്ടി നോക്കി. അതായത് സൂര്യന്റെ അഷ്ടകവർഗത്തിൽ മേടൻ രാശിയിൽ 3 പോയിന്റാണ് സൂര്യൻ കൊടുത്തത് ഭിന്നാഷ്ടകവർഗത്തിൽ. ചന്ദ്രൻ 5 പോയിന്റ് കൊടുത്തു, കുജൻ 3 കൊടുത്തു, ബുധൻ 3 കൊടുത്തു, ഗുരു 5 കൊടുത്തു, ശുക്രൻ 3 കൊടുത്തു, മന്ദൻ 3 കൊടുത്തു. അങ്ങനെ ഇവരെല്ലാവരും കൂടി കൊടുത്തപ്പം ആ രാശിക്ക് ആകെ കിട്ടിയ പോയിന്റ് 25 പോയിന്റാണ്. ആകെ സംഖ്യ എന്ന് പറയുന്നത് 337 ആണ്. അപ്പം നമുക്ക് ആകെ 12 രാശിയിലുള്ളത്. അപ്പോൾ 12 രാശിയിലെ 337 കൊണ്ട് 337 നിന്ന് 12 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 28 കിട്ടും. അതായത് 28ആണ് ആവറേജ് ഒരു രാശിയിൽ വരേണ്ടത്. അപ്പോൾ 28ന്റെ മുകളിലോ ബിന്ദുക്കൾ ഉണ്ടെങ്കിൽ ആ രാശി അനുകൂലമാണ്. ഓക്കെ, 25 താഴെയാണ് പ്രതികൂലമായിട്ട് പറയുന്നത്. 25, 26, 27 ഒരു സമ്മിശ്ര ഫലമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മേടത്തിന് 25 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മേടം ഒരു സമ്മിശ്ര ഫലം സാറിന് കൊടുക്കും. ഏത് പ്ലാനറ്റ് പോയാലും, ആര് പോയാലും. നേരത്തെ നമ്മൾ നോക്കിയത് ഭിന്നാഷ്ടവർഗം വെച്ചിട്ടാണ് നോക്കിയത്. ഇപ്പൊ നമ്മൾ സമുദായ അഷ്ടവർഗം എടുക്കുന്നത്. മേടൻ രാശി 25 പോയിന്റ് ഉണ്ട് സാറിന്റെ. അതുകൊണ്ട് ആര് പോയാലും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവോ അല്ല നെഗറ്റീവോ അല്ലാതെ പോകും മേടം. ഇടം 24ആയി. ഇടം അത്ര പോരാ. മിഥുന് 28 പോയിന്റ് ഉണ്ട്. അപ്പൊ മിഥുനൻ രാശി ഏത് പ്ലാനറ്റ് ട്രാൻസിറ്റ് ചെയ്യുമ്പോഴും അനുകൂലമായ ഫലങ്ങൾ കൊടുക്കാം. കർക്കിടകോ 30 ഉണ്ട്. ചിങ്ങം 28, കന്നി 29, തുലാം 27, വൃശ്ചികം 19. വൃശ്ചികം വളരെ വീക്കാണ്. ധനു 29, മകർ 29, കുംഭം 35. കുംഭമാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. മീനോ അതെ, മീനവും വളരെ ബെനിഫിറ്റാ, 34 വരുന്നുണ്ട്. ഇത് നമ്മൾ കുജന്റെ മാത്രം എടുത്തപ്പം. അപ്പൊ ഈ പോയിന്റുകൾ ഈ 2 രാശിയിലാണ് സാറിന്റെ എല്ലാ ഭിന്നാഷ്ടകവർഗങ്ങളിലും കൂടുതൽ പോയിന്റ് കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ ഇതിന് 35, 34 വന്നത്. ഓക്കെ, ഇനി ഒരു പ്ലാനറ്റിന് ഒരു ഭിന്നാഷ്ടവർഗത്തിൽ ഒരിടത്ത് കുറച്ച് കുറവ് പോയിന്റാണ് കൊടുത്തേക്കണമെന്ന് വിചാരിക്കുക. പക്ഷെ സമുദായഷ്ടവർഗം കൂട്ടുമ്പോൾ അതിന് ഒരു 30ന് മേളിൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കില്ല. കാര്യം ഭിന്നാഷ്ടവർഗവും സമുദായഷ്ടവർഗം കൂടി ഒരുമിച്ചെടുത്താൽ കൂടുതൽ പവർഫുൾ ആവുന്നത് സമുദായഷ്ടവർഗമാണ്. സാറിന് കുറച്ച് അനുകൂലമായിട്ട് പോകും. അത് മാത്രമല്ല, ഈ 2 മാസം വരുമ്പോൾ സൂര്യൻ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ സൂര്യനെ കൊണ്ടുള്ള ഗുണങ്ങൾ സാറിന് കിട്ടും. ഈ 2 മാസങ്ങളിൽ കൂടി മറ്റ് ഗ്രഹങ്ങൾ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണം കിട്ടും. അങ്ങനെ മനസ്സിലായോ? ഒരു വർഷത്തിൽ എല്ലാ മാസവും സൂര്യനെ വെച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത്.
സൂര്യനല്ലേ 30 ദിവസം കൂടുമ്പോൾ പോകുന്നുള്ളൂ, ബാക്കി എല്ലാവരും അങ്ങനെ പോകുന്നില്ലല്ലോ. അപ്പൊ ഈ ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ ഇവിടെ ഈ രാശിക്ക് പോയിന്റ് കൂടുതലാ സാറിന്റെ. ഇവിടെ ശനി നിൽക്കുന്നുണ്ട്, ശനി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ശനി സാറിനെ അത്ര കണ്ട് ബാധിക്കില്ല. കാര്യം എന്താ, ഈ മീനൻ രാശി പവർഫുൾ ആണ് സാറിന്റെ. 12ാം ഭാവമായ ഇപ്പൊ ശനി നിൽക്കുന്നത് മീനത്തിലാണ് ഇപ്പോഴത്തെ ചാരവശാൽ. 12th house ആയിട്ടും കുഴപ്പമുണ്ടാവില്ല. ഉണ്ടാവില്ല. ചിലപ്പോൾ ശനീനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ സാറിന് വന്നേക്കാം. അതായത് ഇപ്പം ഭൂമി ഇതൊക്കെ അല്ലേ സാറേ, ഭൂമിയൊക്കെ ശനീനെ റെപ്രസെന്റ് ചെയ്യുന്നതാ. ശനിയാണെങ്കിലും കണ്ടശനിക്ക് കുഴപ്പമില്ല. കണ്ടകശനി ആണെങ്കിലും എന്താ, അവിടെ പോയിന്റ് മാക്സിമം പോയിന്റ് ഉണ്ട്. അത് കാരണം കണ്ടകശനി ബാധിക്കില്ല. കണ്ടകശനിയും നമ്മൾ നോക്കുക, ഒരു രാശി കൂടി ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ആ രാശിയിൽ ആ കക്ഷിയിൽ പോയിന്റ് ഉണ്ടോ എന്ന് നോക്കുക. പോയിന്റ് ഉള്ള കക്ഷിയെ കൂടിയാണ് ശനി ട്രാൻസിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നെഗറ്റീവ് എഫക്റ്റ് എപ്പോഴും കുറവായിരിക്കും. പോയിന്റ് ഇല്ലാത്ത കക്ഷിയെ കൂടി ട്രാൻസിറ്റ് ചെയ്യുമ്പോഴാണ് നെഗറ്റീവ് എഫക്റ്റ് കൂടുതൽ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ 7ാം ശനി എല്ലാവർക്കും ഒരുപോലെ അല്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഏറ്റവും മോശമായി വരുന്നത് വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിൽ മൊത്തം 19 ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളോ കഷ്ടപ്പാടോ വരുന്നുണ്ടെങ്കിൽ മിക്കവാറും വൃശ്ചിക മാസത്തിലോ അല്ലെങ്കിൽ വൃശ്ചിക രാശിയിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന സമയത്തുമായിരിക്കും. അങ്ങനെ ചെയ്യാം. അത് നമ്മളുടെ യുക്തിയാണ്. ഇതിനെ കൊണ്ട് ശരിക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, വളരെ നന്നായിട്ട് ചെയ്യാം. ഗ്രഹങ്ങൾ സാമാന്യേന ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാരകത്വം അങ്ങനത്തെ ഫലങ്ങളാണ് നൽകുന്നത്. ആ ഫലങ്ങൾ ആ ഗ്രഹം നിൽക്കുന്ന ഭാവം സൂചിപ്പിക്കുന്ന വസ്തുക്കളിൽ കൂടി നൽകും. ഓക്കെ, ആ ഗ്രഹത്തിന്റെ കാരകത്വം എഫക്ട് ചെയ്യുന്നത്. ഇപ്പോൾ സൂര്യനാണെങ്കിൽ പേര് പ്രശസ്തി ആയിരിക്കും. അത് ഏത് ഭാവത്തിനെയാണോ ഇദ്ദേഹത്തിൽ എഫക്ട് ചെയ്യുന്നത്, ഏത് ഭാവത്തിലൂടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത്, അതിൽ കൂടിയാണ് ആ റിസൾട്ട് ഇദ്ദേഹത്തിലോട്ട് വരുന്നത്. ഇപ്പോൾ പേര് പ്രശസ്തി 5ാം ഭാവത്തിലാണെങ്കിൽ ചിലപ്പോൾ പുത്രനിലൂടെ ആയിരിക്കും നമുക്ക് പ്രശസ്തി വരുന്നത്. അതൊക്കെ ആ ജ്യോതിഷിയുടെ ഒരു കഴിവനുസരിച്ചിരിക്കും, അയാൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളത്. യുക്തി. സർവീസ് പറയാം, അതെ തീർച്ചയായും അങ്ങനെ പറയാം. അല്ലെങ്കിൽ കേസുകളിൽ വിജയം പറയാം, അങ്ങനെ സംഭവിക്കാമല്ലോ. കോടതി വ്യവഹാരങ്ങളിൽ വിജയം സംഭവിക്കാമല്ലോ. 6, 8, 12 ഭാവങ്ങളിൽ പൊതുവെ പോയിന്റ് ഉണ്ടാകുന്നത് നല്ലതല്ല എന്നാണ് പറയുന്നത്. പോയിന്റ് കൂടുന്നത് നമ്മൾ അന്ന് സംസാരിച്ചില്ലേ, പോയിന്റ് കൂടുന്നത് നല്ലതല്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6ാം ഭാവത്തിൽ പോയിന്റ് കൂടുതലുണ്ടെങ്കിലാണ് നമ്മൾ കോടതി കേസ് വ്യവഹാരങ്ങളിൽ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. 8ൽ പോയിന്റ് കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ പൈതൃകമായിട്ടുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കിട്ടുള്ളൂ. ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. 12ൽ പോയിന്റ് കൂടുതലാണെങ്കിലാണ് കുറച്ചും കൂടി സ്പിരിച്വാലിറ്റിയും ഈ സാധനങ്ങളൊക്കെ കുറച്ചും കൂടി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഭാവത്തിന് അങ്ങനെ ഫുള്ളായിട്ട് നെഗറ്റീവ് പറയാൻ പറ്റില്ല. പിന്നെ അന്ന് നമ്മൾ സംസാരിച്ച പോലെ 10ാം ഭാവത്തിൽ പോയിന്റ് കുറയുകയും 11ാം ഭാവത്തിൽ പോയിന്റ് കൂടുകയും ചെയ്യുന്നത് നല്ലതാണ്. 11ാം ഭാവം ഗെയിനാണ്. 10ൽ പോയിന്റ് കുറയുക, 11ൽ പോയിന്റ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് അധ്വാനവും കൂടുതൽ വരുമാനം എന്നാണ്. പക്ഷെ 12ലും പോയിന്റ് കുറയണം. 12ൽ 11നേക്കാൾ പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ചെലവ് കൂടുന്ന. ഓക്കെ, അഷ്ടവർഗത്തിൽ എല്ലാം പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ സമയം, ഏത് സമയത്ത് കാര്യങ്ങൾ ചെയ്യണം. അതായത് നിങ്ങളുടെ ചന്ദ്രൻ ട്രാൻസിറ്റ് മൂൺ ബിന്ദു നൽകാത്ത സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യരുതെന്നാണ് പറയണത്. ഏത് കക്ഷിയിൽ മൂൺ ട്രാൻസിറ്റ് ചെയ്യുന്ന കക്ഷിയിൽ പോയിന്റ് ഇല്ലെങ്കിൽ അത് ബെനിഫിഷ്യൽ അല്ലെന്നാണ് പറയുന്നത്. അതേപോലെ ലഗ്നം നിൽക്കുന്ന രാശിക്ക് 12ാം ഭാവാധിപനേക്കാൾ പോയിന്റ് കൂടുതൽ വേണമെന്നാണ് പറയണത്. 12ാം ഭാവത്തിൽ പോയിന്റ് കൂടുതലും ലഗ്നത്തിൽ പോയിന്റ് കുറയുകയാണെങ്കിൽ അയാൾ ദേശം വിട്ടു പോകേണ്ടി വരും. നമ്മളങ്ങനെയാണല്ലോ നോക്കണം. 12ാം ഭാവം വെച്ചാൽ നമ്മൾ വിദേശം പറയണത്. അപ്പൊ ലഗ്നത്തിൽ പോയിന്റ് കുറവ് സാധാരണ അങ്ങനെയാണല്ലോ. അപ്പൊ 12ൽ പോയിന്റ് കൂടുതലും ലഗ്നത്തിൽ പോയിന്റ് കുറവാണെങ്കിൽ സിംഗപ്പൂരിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. എവിടെയാണ് അല്ല, ജാതകം കറക്റ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ജാതകം എടുക്കാൻ കാരണം നമ്മളെ അനുഭവമല്ലേ. ഞാൻ നാട് വിട്ട് അന്യദേശത്താണ് ജീവിക്കുന്നത്, നമ്മളെ നാടല്ല. സാർ, ഈ മദർലാൻഡ് എന്ന് പറയുന്നത് 4ാം ഭാവത്തെ കൊണ്ട് മദർലാൻഡ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വിദേശ പാസ്പോർട്ടുള്ള ഒരാളുടെ മദർലാൻഡ്, ഇപ്പോൾ ഒരാൾ ഫോർ എക്സാമ്പിൾ ഒരാൾ US പോയിട്ട് സിറ്റിസണായി, അപ്പോൾ അയാളുടെ മദർലാൻഡ് ശരിക്കും ഇന്ത്യയാണോ അമേരിക്കയാണോ? കാരണം 4ാം ഭാവം അയാളുടെ പാസ്പോർട്ട് കിട്ടിയുമ്പോൾ അയാളുടെ മദർലാൻഡ് മാറില്ലേ? അയാൾ എവിടെ ജനിച്ചതാണ് മദർലാൻഡ്. എൻ്റെ ലഗ്നാധിപൻ 12 പോയില്ലേ,
അപ്പോൾ ജനിച്ച സ്ഥലം വിട്ട് അന്യദേശത്ത് താമസിക്കുക, അതാണ് നടക്കുന്നത്. അതാണ് നല്ലതെന്ന് പറയുന്നത്. ഓ വെളിയിൽ അതെ. പോകുന്നതാണ് നല്ലത്. അപ്പം ചില ആളുകൾ നമ്മൾ പറയുന്നത് പെട്ടെന്ന് നാട് കിട്ടുമോ നല്ലതാണെന്ന്. പക്ഷേ നാട്ടിൽ ജീവിച്ചിട്ട് വലിയ കാര്യമില്ല, അതുകൊണ്ട് അന്യദേശത്ത് പോകും. അപ്പൊ സാറിന്റെ ഇതില് അഷ്ടമത്തില് 19 ആ. വൃശ്ചികം. അപ്പൊ അത് നല്ലത്. അഷ്ടമത്തിൽ നല്ലതല്ലേ? വൃശ്ചികത്തിൽ കുറവാണ്. അല്ല, അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ജീവിക്കുന്നത്. അഷ്ടമത്തിൽ വില കൂടുതലാണെങ്കിൽ നേരത്തെ പോകുമല്ലോ. പിന്നെ അഷ്ടമാധിപൻ പോയിട്ട് 12-ലല്ലേ പോയേ. അപ്പം വിപരീത രാജയോഗം വന്നില്ല, അഷ്ടമവും 12 കൂടി ബന്ധം വന്നില്ല. ലഗ്നവും അഷ്ടമവും കുജലല്ലേ, അതിൽ പോയിട്ട് അഷ്ടമം പോയിട്ട് 12-ലല്ലേ പോയി നിൽക്കില്ല. അത് ദീർഘമായിട്ടാണ്. ചിലപ്പോൾ ഈ അഷ്ടമം എന്ന് പറയുമ്പോൾ അഷ്ടമത്തില് ഇപ്പം രാവിലെ നമ്മൾ ചോദിച്ചിട്ട് അപ്പോൾ ഒരു ക്രൂരഗ്രഹം നിന്ന ദീർഘായുസ് പറയാൻ പറ്റില്ല. പറ്റും. അല്ല, ഈ ജാതകത്തിൽ ഇപ്പോൾ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ ഉണ്ടാവില്ല. ശരിയാ, ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവുക? ലഗ്നാധിപൻ പോയിട്ട് അഷ്ടമത്തിൽ പോയി ബലവാൻ. അഷ്ടമം ചൊവ്വയുടെ വീടാണ്, സുക്ഷേത്ര ബലവാനാണ്. പക്ഷേ അഷ്ടമത്തിന് ബലം കൂടിയില്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ കന്നിരാശിയിൽ ജനിച്ച ഒരാള് അയാൾ 8-ാം ഭാവാധിപൻ ആരാ? കുജനാണ്. ആ, കുജൻ മേടത്തിൽ നിൽക്കണമെങ്കിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? പെട്ടെന്ന് പോകും. ആ 8-ാം ഭാവം ഹൈലി പവർഫുൾ ആയി പോകും. 8-ാം നമ്മുടെ ഇവിടെ വന്ന് മറ്റേ ഭാവത്തിന് ബലം കൂടാൻ പാടില്ല. മുരളീധരൻ സാറ്, അദ്ദേഹത്തിന്റെ മകന്റെ കന്നിരാശിയിലാണ് ആ പയ്യൻ ജനിച്ചത്. 8-ലാണ് ചൊവ്വ നിൽക്കുന്നത്. ആ മുരളീധരൻ സാറില്ലേ, മുരളീധരൻ സാർ, അദ്ദേഹത്തിന്റെ മകൻ മരിച്ചു പോയല്ലോ. 8-ലാണ് ചൊവ്വ നിൽക്കുന്നത്. ചെറുപ്പത്തിൽ മരിച്ചു അല്ലേ? ആ, ചെറുപ്പത്തിൽ മരിച്ചു. നേരത്തെ ക്ലാസ്സിലുണ്ടായി തടിച്ച് താടി വെച്ചാൽ 8-ലാണ് അതേ പോയി ദുബായിലേക്ക്. ആ സാറില്ല, നാട് കിടത്തി. 8-ലാണ് ചൊവ്വ. 8-ലാണ് ചൊവ്വ ദുബായിൽ പോയി. ചൊവ്വ കന്നിരാശിക്കാർക്ക് പൊതുവേ പ്രശ്നമാണ്. അപ്പൊ നമ്മള് 8-ാം ഭാവാധിപൻ നിൽക്കുമ്പോൾ ദീർഘായുസ് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല സംഭവിക്കണേ. ആള് പെട്ടെന്ന് പോയി. അവിടെ ദുബായിൽ ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. അത് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പോകാൻ റെഡിയായി. ഞാൻ പാസ്പോർട്ട് എടുത്ത് ആളെ വിട്ടു. അപ്പോൾ ദുബായിലുണ്ട് ആൾ. കന്നിരാശിക്കാർക്ക് ചൊവ്വ ഭയങ്കര പ്രശ്നമാണ്. കന്നിരാശി എന്ന് പറയുന്നത് എന്താ, കാലപുരുഷന്റെ 6-ാം ഭാവമാണ്. മനസ്സിലായ? പൊതുവെ അവർ ഹെൽത്ത് ഇത്തിരി വീക്കായിരിക്കും. ഹെൽത്ത് കേട്ടോ, ഭയങ്കര അനലൈസ് ചെയ്യാൻ അതൊക്കെ കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഹെൽത്ത് കുറച്ച് വീക്കായിരിക്കും. ഇവരെ ചൊവ്വ എങ്ങനെയെങ്കിലും ഇവരെ ബുദ്ധിമുട്ടി. ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിച്ചോട്ടെ. അതായത് 12 രാശികൾക്കുമായി ആകെ നൽകിയിട്ടുള്ള നല്ല സർവാഷ്ടക ബിന്ദുക്കൾ 337 ആയതിനാൽ ഒരു രാശിക്ക് വേണ്ട ശരാശരി 28 കേട്ടോ. 28-ലധികം സർവാഷ്ടക ബിന്ദുക്കൾ വരുന്ന രാശികൾ, ഭാവങ്ങൾ, ഗ്രഹങ്ങൾ ബലമുള്ളവയും ശുഭഫലം തരുന്നവയും. പേജൊന്നുമില്ല, ഞാൻ എഴുതി വെച്ചത്. 25 മുതൽ 28 വരെ മധ്യമ ഫലം തരുന്നവയും 24 മുതൽ താഴ്ത്തോട്ട് അതിൻ്റെ രാശി ഏതാണോ, ഭാവം ഏതാണോ, ഗ്രഹം ഏതാണോ അതനുസരിച്ച് അശുഭ ഫലം തരുന്നവയും ആയിരിക്കും. പിന്നെ ഒരു പോയിന്റ്, ഏതു ഭാവത്തിൽ ബിന്ദുക്കൾ മുൻ പറഞ്ഞ പ്രകാരം പതിക്കുന്നുവോ അത്രാമത്തെ വർഷം മുതൽ 12 വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭാവത്തെ സംബന്ധിച്ച ഫലം ലഭിക്കും. അതൊരു പുതിയ പോയല്ല. അതായത് ഇപ്പൊ ഒരാളുടെ ലഗ്നം 1-ൽ രവി നിൽക്കുക എന്ന് വിചാരിച്ചോ. അപ്പൊ അയാൾക്ക് ജനിച്ച ആദ്യത്തെ വർഷം രവി മൂലമുള്ള പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പിന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് 13-ാമത്തെ വർഷമായിരിക്കും. അതേപോലെ 2-ലാണ് ഒരാൾക്ക്, 2-ൽ വ്യാഴം നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, അയാൾക്ക് ജനിച്ച് 2-ാമത്തെ വർഷം പോസിറ്റീവ് റിസൾട്ട് കിട്ടും. പിന്നെ കിട്ടുന്നത് 12+1 13-ാമത്തെ വർഷം മുതൽ അയാൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ആ വർഷം സ്പെസിഫിക് ആയിട്ട് ആ വർഷം 13-ാമത്തെ വർഷം 1 13 പിന്നെ 13-നോട് 12 കൂട്ടിക്കഴിഞ്ഞാൽ 25 ആ വർഷങ്ങൾ ആ ഗ്രഹങ്ങൾ അയാൾക്ക് പോസിറ്റീവായ റിസൾട്ട് നൽകുമെന്നാണ് പറയുന്നത്. അതെ, അല്ല 2+12 14. സോറി കണ്ടുപിടിച്ചു. അതെ അങ്ങനെ വരും. ഓക്കെ, ലഗ്നത്തിലാണെങ്കിൽ അങ്ങനെ 1 13 25 ആ വർഷങ്ങളിൽ ശരീരസുഖം സംബന്ധിച്ച്, 2-ാം ഭാവത്തിലാണെങ്കിൽ 2 14 26 ആ വർഷങ്ങളിൽ സാമ്പത്തികം സംബന്ധിച്ച് ആ ഭാവമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഗുഡ് റിസൾട്ട്സ് ആ പ്ലാനറ്റ് തരും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറഞ്ഞത് ഒരു രാശിയിൽ സർവാഷ്ടക ബിന്ദുക്കൾ 7 ഉണ്ടായിരിക്കണം.
ഏറ്റവും കുറഞ്ഞത് 28 നമ്മൾ തൊട്ടാണ് നല്ല ഫലം പറയണം. 24 താഴെ മോശം പറയുന്നു. അതിൽ 7 മിനിമം വേണം. 7 കുറവുള്ള ബിന്ദുവുള്ള രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ മരണഭയം ഉണ്ടാകും. സർവാഷ്ടക ബിന്ദുക്കൾ 7 കുറവാണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഭിന്നാഷ്ടവർഗത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് സൂര്യന് 0 കിട്ടിയതിൽ കൂടിയാണെങ്കിൽ മരണഭയം ഉണ്ടാകും. അതുപോലെ സർവാഷ്ടക ബിന്ദുക്കളാണെങ്കിൽ അതിൽ 7 കുറവാണ് പോയിന്റ് എങ്കിൽ ആ രാശിയിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ, അതിന് വർഷത്തിൽ 12 മാസം സൂര്യൻ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്നുണ്ടല്ലോ, മരണ തുല്യമായ ഭയം അല്ലെങ്കിൽ മരണഭയം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതെ 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 19 കുറവാണ്. അവിടെ ശനിക്ക് 0 ആണ് 10 വൃശ്ചികത്തിന് ശനി സഞ്ചരിക്കില്ല. വൃശ്ചികത്തിന് ഇനി വരാന്നുണ്ടാവില്ല. ഏയ് ഇപ്പോഴും ശനി നിൽക്കുന്നത് മീനത്തിലല്ല. ഇനി വൃശ്ചികത്തിൽ ശനി വരണം എത്ര കാലം പിടിക്കും? 15 കൊല്ലം. ഇമ്പോസിബിൾ. ഒരു ഗ്രഹം അത് ഉച്ചമായാലും സ്വക്ഷേത്രത്തിലായാലും മിത്രക്ഷേത്രത്തിലായാലും കേന്ദ്ര ത്രികോണങ്ങളിലായാലും ഉപജയരാശികളിലായാലും സർവാഷ്ടക ബിന്ദുക്കൾ കുറവായ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ഫലദാന ശേഷി കുറയും. ഓക്കെ, എത്ര പോസിറ്റീവ് പ്ലേസ്മെൻ്റ് ആണെങ്കിലും അഷ്ടവർഗത്തിൽ പോയിന്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഫലദാന ശേഷി കുറയും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പം നമ്മൾ ബേസിക്കലി മറ്റേ കൺസെപ്റ്റ് വെച്ച് പഠിക്കുന്നത് കാരണം നമ്മളങ്ങനെ പറയണമെന്നില്ല. നമ്മൾ കൂടുതൽ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ബിന്ദുക്കൾ കുറവാണെങ്കിലും ഗ്രഹം പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്, ബലമുണ്ട്, നല്ല ദൃഷ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പറയുന്നത് തന്നെ ആയിരിക്കും. അതായത് നെഗറ്റീവ് റിസൾട്ട് ഒരു കാരണവശാലും പറയരുത്. സർവാഷ്ട ബിന്ദുക്കൾ കുറവാണെന്നും പറയും. കാര്യം ഗ്രഹം ഓൾറെഡി ബലം ഉണ്ടെങ്കിൽ അതെ നമ്മൾ ഒരിക്കലും അതായത് ഒരു ഗ്രഹം ഉച്ചമായാലും സ്വക്ഷേത്രത്തിലായാലും മിത്രക്ഷേത്രത്തിലായാലും കേന്ദ്ര ത്രികോണങ്ങളിലായാലും ഇനി ഉപജയരാശികളിലായാലും സർവാഷ്ടക ബിന്ദുക്കൾ കുറവായ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന്റെ ഫലദാന ശേഷി കുറയുന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫലദാന ശേഷി കുറയും കേട്ടോ, ഫലദാന ശേഷി ഇല്ലാതാവുന്നില്ല. ഇനി ഒരു ഗ്രഹം നീചമായാലും ശത്രുക്ഷേത്രത്തിലായാലും 6, 8, 12 ബിന്ദുക്കൾ കൂടുതലുള്ള രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ശുഭഫലം നൽകും. ഓക്കെ, ആ ഗ്രഹം പോയി നിൽക്കുന്നത് എവിടെയാണെങ്കിലും സർവാഷ്ടക ബിന്ദുക്കൾ സ്ട്രോങ് ആണെങ്കിൽ എന്ത് പറ്റും? അത് ശുഭഫലം നൽകുന്നതാണ്, ആ ഗ്രഹത്തെ കൊണ്ടുള്ള ഫലം നൽകുന്നതാണ് പറയുന്നത്. 1, 9, 10, 11 അതിൽ 30 കൂടുതൽ ബിന്ദുക്കളായാൽ ജാതകൻ വളരെ ഉയർന്ന ജീവിതവും 25 കുറവ് ബിന്ദുക്കൾ വന്നാൽ ദാരിദ്ര്യവുമായിരിക്കും. 1, 9, 10, 11 കേട്ടോ. 1, 9, 10, 11 അതിൽ കൂടുതൽ ബിന്ദുക്കൾ വന്നാൽ അയാൾ വളരെ ഉയർന്ന ജീവിതമായിരിക്കും ജീവിക്കുന്നത്. അതിൽ ബിന്ദുക്കൾ തീരെ ഇല്ലെങ്കിൽ അയാൾ ദരിദ്രനാകാനും മറ്റുള്ളവരുടെ സേവകനാകാനും ചാൻസ് കൂടുതലാണ്. 24 താഴെയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒരു ഭാവത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 9 കുറവാണ്, പക്ഷെ മറ്റേതിനൊക്കെ 30+ ഉണ്ട്. അപ്പോൾ ഓവറോൾ കുഴപ്പമുണ്ടാവില്ല. ഓവറോൾ നന്നായി. ഓരോ ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹം തനിക്ക് ലഭിക്കുന്ന ബിന്ദുക്കൾ അനുസരിച്ച് ആ ഭാവങ്ങൾ സൂചിപ്പിക്കുന്ന ശരീരാവയവത്തിലും അവർക്കുള്ള ശരീരാവയവത്തിലും നല്ലതോ ചീത്തയോ ഫലങ്ങളെ ദശാപഹാരങ്ങളിലും ഗോചരത്തിലും നൽകും. ഒന്ന് ആ പ്ലാനറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ശരീരാവയം, പിന്നെ ആ ഭാവം റെപ്രസെന്റ് ചെയ്യുന്ന ശരീരാവയം. അവിടെ ഗുണമോ ദോഷമോ നൽകും. ഏത് കാലത്ത്? ദശയുടെ കാലത്ത്, ട്രാൻസിറ്റിന്റെ കാലത്ത് കേട്ടോ. പിന്നെ ബിന്ദുക്കൾ കുറഞ്ഞ സമയത്ത് ചില കാലപുരുഷൻ്റെ അവയവമില്ലേ, തലപോർക്ക് കാല് വരയ്ക്കും, അത് ആ ഭാവത്തിലുള്ള ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാരണം വൃശ്ചികത്തിൽ ശനി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ കാലപുരുഷൻ്റെ അവയവം നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് ആ ഭാഗത്ത് നിങ്ങളുടെ അസുഖം വരിക, യൂറിന് പാസ് ചെയ്യാതിരിക്കുക, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് വരാം അല്ലേ, പ്രായമാകുമ്പോൾ വരുന്നൊരു രോഗമാണില്ല, ഈ മൂത്രമൊഴിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഭാഗത്ത്. അവിടെ പോയിൻറ്റ്സ് കുറവല്ലേ, അപ്പോൾ നമുക്ക് യൂറിനറി കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മോഷൻ കംപ്ലയിൻറ്റ് അതൊക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അവിടെ പോയിൻറ്റ് കുറവല്ലേ അത്. 2 ബിന്ദുക്കൾ 12 ചെലവ് കൂടുതലാണ്, അല്ലെങ്കിൽ വിദേശവാസം വരാം. 11 ബിന്ദുക്കൾ 12 ചെലവാണ്. 4 4-ാം ഭാവാധിപനും ബിന്ദു കുറവാണ്, 12 കൂടുതലുമാണെങ്കിൽ. 4 4-ാം ഭാവവും കുറവ്, 12 കൂടുതൽ, അപ്പോഴും നാടുവിടാം. 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ നേറ്റീവ്, നമ്മുടെ വീടല്ലേ. 12 2 കൂടുതലാണെങ്കിൽ സമ്പാദ്യം കൂടുതലായിരിക്കും. ബേസിക്കലി നമുക്കറിയാവുന്ന കൺസെപ്റ്റ് തന്നെ.
പിന്നെ ഉണ്ട് കുറേ. ഇപ്പൊ 4-ാം ഭാവം 12 പോയാലോ? വിദേശത്താണ് വിട്ടു പോവാം. ഓ എന്താ ഉണ്ടാവില്ല അങ്ങനെ. നമ്മളിത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ജ്യോതിഷം വളരെ ശരിയാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുടെ മാതിരി ഉണ്ടാവും ജ്യോതിഷം. ജ്യോതിഷം വളരെ ശരിയാണ്. പക്ഷേ കൈകാര്യം ചെയ്യുന്ന ആൾ നേരത്തെ പറഞ്ഞ മാതിരി കത്തി ഡോക്ടർ കൊടുത്താലും പിന്നെ ഇറച്ചി വെട്ടുകാരന് കൊടുത്താലുള്ള വ്യത്യാസം ഉണ്ടാകും. ഡോക്ടർക്ക് കത്തി കിട്ടിയാൽ ഡോക്ടർ ഒരാളെ രക്ഷിക്കും. വളരെ കത്തി കൊടുത്താൽ ആളെ കൊല്ലും. ശയനസുഖം 12 ബെഡ് പ്ലഷർ എന്നാണ് പറയുന്നത്. അതിനെ നെഗറ്റീവായിട്ട് എടുക്കാൻ നമുക്ക്. അല്ല അത് അത് അല്ല, ചില ആളില്ലേ കിടന്നിട്ട് ഉറക്കം വരാത്തവരുണ്ട്. ചിലത് കിടന്ന ഉടനെ ഉറങ്ങിപ്പോണവർ. അപ്പോൾ 12 ശയനസ്ഥാനമാണ്. അപ്പോൾ പെട്ടെന്ന് ചിലർ നിന്നുറങ്ങുന്നവരുണ്ട്. ചില കിടന്ന് എത്ര നേരം കിടന്നാലും ഉറക്കം വരാത്തവരുണ്ട്. അപ്പോൾ 12 പരമാനാണെങ്കിൽ ശയനസുഖം. അഷ്ടകവർഗത്തിൻ്റെ സാമാന്യ ഫലം നോക്കുമ്പോൾ മനസ്സിലാക്കുക, ഒരു രാശിയിൽ വീഴുന്ന അഷ്ടകവർഗ ബിന്ദുക്കളുടെ ഫലം അനുഭവപ്പെടുന്നത്, ഒരു രാശിയിൽ വീഴുന്ന അഷ്ടകവർഗ ബിന്ദുക്കളുടെ ഫലം അനുഭവപ്പെടുന്നത് എപ്പോഴായിരിക്കും? ആ രാശിയുടെ അധിപതിയുടെ ദശയിൽ. ഓക്കെ, ആ രാശിയുടെ അധിപതിയുടെ ദശയിൽ അല്ലെങ്കിൽ രാശ്യാധിപതി ഗോചരത്തിൽ ആ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാശിയുമായി യോഗമോ ദൃഷ്ടിയോ ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ദശയിലോ ആയിരിക്കും. ഇത് ട്രാൻസിറ്റിൻ്റെ റൂള് തന്നെയാണ് കേട്ടോ. ഗോചരത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം, അത് ട്രാൻസിറ്റ് സഞ്ചരിക്കുന്ന ഗ്രഹം അവയുടെ കാരകധർമ്മങ്ങൾ അനുസരിച്ചുള്ള ഫലം നൽകും. ജാതകത്തിൽ ആ ഗ്രഹം ലഗ്നാത്ത് എത്രാം ഭാവത്തിൽ നിൽക്കുന്നോ അതിൻ്റെ ഫലവും നൽകും. അതായത് ആ പ്ലാനറ്റ് ട്രാൻസിറ്റ് ചെയ്യുന്നത് ലഗ്നാത്തിൽ എത്രാം ഭാവത്തിലാണ് അതിൻ്റെ റിസൾട്ടും നൽകും. അത് അതിന്റെ കാരകത്വം പ്ലസ് ശരിക്കും കാരകത്വം വേണം, ലഗ്നാത്ത് എത്രാം ഭാവമാണെന്ന് വേണം, പിന്നെ ഏത് കക്ഷിയിലാണെന്നുള്ള പ്ലാനറ്റ് വേണം, പിന്നെ ആ പ്ലാനറ്റ് ഇല്ലേ ആ ഒരു കക്ഷിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ചൊവ്വയുടെ കക്ഷിയിലാണ് പ്ലാനറ്റ് ട്രാൻസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ, ആ ചൊവ്വ നിൽക്കുന്നത് ജാതകത്തിലെ ചൊവ്വയുടെ എത്രാം ഭാവത്തിലാണെന്നും കൂടി നോക്കിയിട്ട് വേണം പറയാം. അത്ര കോംപ്ലിക്കേഷനിലോട്ട് പോകണ്ട, ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ അഷ്ടവർഗം ചെയ്ത് കൊണ്ടുവരാം, ബാക്കിയും കൂടി ചെയ്തിട്ട് ടോട്ടലി ഇട്ടിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും പറ്റും. ഗ്രഹത്തിലെ തെറ്റ് ശരിയാണ്. അപ്പോൾ അവനവൻ്റെ യുക്തി